ഈശ്വരാനുഗ്രഹം കൊണ്ടും ആൽക്കഹോൾസ് അനോണിമസിന്റെ സഹായത്താലും ഇന്ന് കുടിച്ചിട്ടില്ല. ഹായ് മാഷേ, ഹായ് ഹായ്. ഹായ് മാഷേ. ജോസഫ് മാഷേ, ഹായ് ജോസഫ്. സാധാരണ ഇങ്ങനെ പിന്നെ ഒരാള് പരിചയപ്പെടുത്തുമ്പോൾ മദ്യാസക്തനാണെന്ന് പറയും, പിന്നെ ദൈവസഹായത്താലാന്ന് പറയും, പിന്നെ എയുടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായി എന്ന് പറയും, പിന്നെ എയുടെ സഹായം കിട്ടിയെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു പറയുന്നത്. അപ്പം അത് പിന്നെ ഇതിങ്ങനെ പറയുമ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇതൊരു തത്ത പറയുന്ന പോലത്തെ പറച്ചിലാണോ എന്ന്. പക്ഷെ അതങ്ങനെയല്ല. അത് അപ്പം ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവാനുഗ്രഹം കൊണ്ടാണ് എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് കുടി നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ഞാനൊരു 4 പ്രാവശ്യം കുടിച്ചിട്ട് കുടി നിർത്തിയാനെ. കാരണം 4 പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായതാ. മദ്യത്തിൻ്റെ വില എന്താണ്, മദ്യം കുടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, സമൂഹത്തിൽ എന്താണ് ഇതിൻ്റെ എഫക്റ്റ്, ഇതൊക്കെ അന്ന് വളരെ നന്നായിട്ട് മനസ്സിലായതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം സാധ്യമായിരുന്നില്ല, കുടിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ അത് വളരെ കാലം, നീണ്ട ഒരു കാലം, 10-20 വർഷം കുടിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു ചികിത്സാലയത്തിൽ എത്തിയതും അങ്ങനെ എയിൽ വന്നു. എയിൽ എത്തിയതിന് ശേഷമാണ് ഈ മറ്റൊരു ശക്തിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. മറ്റൊരു ശക്തി ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും, അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ എതിരഭിപ്രായമൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ദൈവം ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ മൊത്തത്തിൽ പ്രപഞ്ചം മുഴുവനും പരിധി നോക്കിയിട്ട് വേണം അത് ഒരു സാധനം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വീട്ടിൽ സൂചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സൂചി നോക്കിയിട്ടല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എന്ന് പറയുന്ന പോലെ ദൈവം ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അങ്ങനെ അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്തൊരു താല്പര്യം എന്നുള്ള ഒരു സംശയമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ഞാൻ എയിൽ വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ആൽക്കഹോൾസ് അനോണിമസിന്റെ സഹായത്താലാണ് ഞാൻ ഇന്ന് കുടിക്കാതിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഈ സത്യത്തില് കുടി തുടങ്ങിയത് എങ്ങനെയാ, എന്നാ കുടിച്ചിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന്. അപ്പൊ ഞാൻ ഈ കുടിക്കാൻ തുടങ്ങിയത് ഞാൻ ഒരു 16 വയസ്സുള്ളപ്പം എന്നെ 2 ഔൺസ് നാടൻ ചാരായം കുടിച്ചു. അപ്പൊ അത് ദാഹിച്ചിട്ട് കുടിച്ചതൊന്നും അല്ല. അതിങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തില് പണിക്കാര് സാധനം കൊണ്ടുവന്ന് കുടിച്ച് രാത്രിയായി, കുറച്ച് വൈകി, ഇപ്പം അവര് നാടൻ ചാരായം കൊണ്ടുവന്ന് കുടിച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്ഷീണം മാറ്റാനാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം എൻ്റെ അപ്പം കുടിക്കുന്ന ഒരാളാണ്, കുടിച്ചിട്ട് സ്ഥലമൊക്കെ വിറ്റ് പിന്നെ എല്ലാം നശിപ്പിച്ച് വേറെ സ്ഥലമൊന്നും വാങ്ങാതെ പട്ടിണിയും പരവട്ടവും വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ സംഭവം. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ചിരിക്കാനൊക്കെ തുടങ്ങി, വർത്തമാനം പറയാനൊക്കെ തുടങ്ങി. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചാവുമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി, വിഷമൊന്നും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ 2 ഔൺസ് എനിക്ക് ഊറ്റി തന്നു. ഞാനത് ഒരു കവള് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവ എനിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഞാൻ സാധാരണ കുടിക്കുന്നത് ചായ, കാപ്പി, അല്ലെങ്കിൽ മോരും വെള്ളം, പച്ചവെള്ളം, ഇതൊക്കെയാണ് സാധാരണ കുടിക്കുന്ന സാധനങ്ങൾ. അപ്പം ഇതിനൊരു വല്ലാത്തൊരു ചുവയും കുടിച്ചിറക്കാനൊരു ഭയങ്കര ബുദ്ധിമുട്ടും പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു കവള് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി തുപ്പിക്കളഞ്ഞു. പക്ഷെ അതിനകത്തുള്ളൊരു പിന്നെ അത്ഭുതം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കത് പിന്നെ കുടിക്കണം തോന്നി. അപ്പം ഞാനിപ്പോൾ 16 വയസ്സുള്ളപ്പോൾ പള്ളിക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം. പക്ഷെ ഞാൻ പിറ്റേ ദിവസം അത് കുടിക്കാൻ അന്വേഷിച്ച് നടക്കുമൊന്നും അല്ല, ഇത് ഞാൻ കൂടിപ്പോയി. പക്ഷെ എൻ്റെ മനസ്സിലത് കിടന്നു, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പിന്നെ അവസരം കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും കുടിച്ചു. ആദ്യത്തെ കുടി എന്ന് പറയുന്നത് ഒരു യാദൃച്ഛിക സംഭവമാണ്. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഷോക്ക് അടിക്കുമെന്നറിയാൻ വേണ്ടി ഈ അവിടെ ഫ്രീ ആയിട്ട് കിടന്ന ഒരു പിന്നെ പ്ലഗിൻ്റെ മുകളിൽ കൊണ്ട് കൈവച്ച് നോക്കിയതാ ചെറുപ്പത്തിൽ. അന്ന് വലിയ വോൾട്ടേജൊന്നും ഇല്ലാത്ത കാരണം തട്ടിപ്പോയില്ല എന്ന് മാത്രം. നമ്മളിപ്പോൾ കാണുന്നതാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് ചാടുന്നു, അതുപോലെ തന്നെ ആനയുടെ പുറകെ പോയി തട്ടി മേടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു സാഹസിക ബുദ്ധി മനുഷ്യ പ്രകൃതമാണ്. അപ്പം അത് തന്നെയാണ് എന്നെ ആ കുടിക്കാൻ പ്രേരിപ്പിച്ച വികാരവും, ഒരു ജിജ്ഞാസ. പക്ഷെ രണ്ടാമത് ഞാൻ കുടിച്ചത് വെറുതെ കുടിച്ചതൊന്നുമല്ല, അങ്ങനത്തെ ജിജ്ഞാസയൊന്നുമല്ല. രണ്ടാമത് ഞാൻ കുടിച്ചത് വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് കുടിച്ചത്.
അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അപ്പൻ കുടിച്ചത് എന്റെ അപ്പന് വിവരമില്ലാത്തതുകൊണ്ടാണ്, വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അപ്പൻ ഇങ്ങനെ ഒരു കള്ളുകൂടിയനായിപ്പോയി, അയാൾ ഇങ്ങനെ കുടിച്ചു നടന്നു. അപ്പൊ ഇളയച്ചന്മാരൊക്കെ ചിലർ പേര് കുടിച്ച് വഴക്കുണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സമൂഹത്തിൽ കുടിച്ച് വഴി കിടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ തെമ്മാടികളാണ്, അല്ലെങ്കിൽ മോശം റൗഡി എന്നൊക്കെ പറയുന്ന വകുപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരൊക്കെ കുടിക്കുന്നത് ഞാൻ ഓർത്തത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ. ഒന്നാമത്തെ ഞാനൊരു സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ്. ഞാനും എന്റെ പള്ളിക്കൂടത്തിൽ നിന്ന് മാഷിമാർ തല്ലാറില്ല, വീട്ടിൽ മാതാപിതാക്കൾ അടിക്കാറില്ല, കുരുത്തക്കേടുകളൊന്നും കാണിക്കാറില്ല, സൽസ്വഭാവിയാണ്. മാത്രമല്ല ഞാൻ അല്പം സാമാന്യ ബുദ്ധിയുള്ള ഒരാളുമാണ്. കാരണം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് ജയിച്ച ആളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് ജയിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് പറയുന്നതെന്ന് ആരും വിചാരിക്കണ്ട. കാരണം എന്നിട്ട് എന്തായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒരു കാര്യം എനിക്കുണ്ടായില്ല എന്ന്. അപ്പൊ അത്രയും ഒരു സാഹചര്യത്തില് ഞാൻ ഒരിക്കലും ഒരു കുടിയനാകൂല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ രണ്ടാമത് കുടിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് രണ്ടാമത് കുടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ സാധനം നാക്കെ തൊട്ടപ്പോ തന്നെ എന്തോ ഒരു അനുഭൂതി എൻ്റെ തലച്ചോറിൽ ഉണ്ടായി. ഈ അനുഭൂതിയാണ് എന്നെ വീണ്ടും കുടിക്കാൻ പ്രേരിപ്പിച്ചത്. ഇതെന്നെ വീണ്ടും കുടിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് മാത്രവുമല്ല, അന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 16 വയസ്സ് പ്രായമുണ്ട്, സാമാന്യ ബുദ്ധിയുണ്ട്, നന്നായി വായിക്കുന്നയാളാണ്, ഒരു സാമാന്യ ബോധമുണ്ട്, സമൂഹത്തില് ഒരു സാമൂഹിക ബോധമുണ്ട്, കുടുംബാംഗങ്ങളെ നന്നായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ ഇതൊന്നും പര്യാപ്തമായിരുന്നില്ല. ഇതാണ് മദ്യപാനാസക്തി ഒരു രോഗമാണെന്ന് പറയാനുള്ള കാരണം. കാരണം എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു, പക്ഷെ വീണ്ടും കുടിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ ആകുമായിരുന്നില്ല. അത്തരത്തിലൊരു ആസക്തിയാണ് എന്നെ തലച്ചോറിലുണ്ടായത്. ബ്രെയിനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ബ്രെയിനിനെ തിരിച്ച് നിയന്ത്രിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാണ് ഈ തപസ്സൊക്കെ ചെയ്യുന്നത് ഈ മുനിമാരൊക്കെ. മനസ്സിന് നിയന്ത്രണം കിട്ടാനാണെന്ന അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ രണ്ടാമത് കുടിച്ചത് ആലോചിച്ചിട്ട് തന്നെയാണ്. വീണ്ടും കുടിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല, അതാണ് കാര്യം. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച ന്യായങ്ങളാണ്, ഞാൻ എൻ്റെ അപ്പനെ പോലെ കുടിക്കൂലെന്നും എൻ്റെ ഇളയച്ചന്മാർ കുടിക്കുന്നത് തെമ്മാടികളായിട്ടാണെന്നും സമൂഹത്തിൽ കുടിച്ച് വഴി കിടക്കുന്നവർ റൗഡികളാണെന്നും ഒക്കെ പറയാനുള്ള കാരണം അതാണ്. അത് ഞാൻ കണ്ടുപിടിച്ച ന്യായങ്ങളാണ്. പക്ഷെ 30 വയസ്സായപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിന്നെക്കാളും ഭേദം നിന്റെ തന്തയായിരുന്നു എന്ന് അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു 10 വർഷത്തെ കുടി എന്ന് പറയുന്നത് വല്ലപ്പോഴേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. സ്ഥിരമായിട്ടൊന്നും, കാരണം കാശില്ല, കട്ടെടുക്കാൻ വീട്ടിലും പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ട് വല്ലപ്പോഴേ കുടിച്ചുള്ളൂ. എനിക്കൊരു ജോലി കിട്ടി, അതും ഗവൺമെന്റ് സർവീസിലാണ് കിട്ടിയത്. അപേക്ഷ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ കൊണ്ടാണ് ഒരു ടെസ്റ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു PSC ടെസ്റ്റ് ഒന്നും എഴുതേണ്ട ഒന്നില്ല എനിക്ക്. അല്ലാതെ കൊണ്ട് തന്നെ ഗവൺമെന്റ് സർവീസിൽ എനിക്കൊരു ജോലി കിട്ടി. അതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ എല്ലാ ദിവസവും കുടിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും കുടിക്കാൻ, സ്ഥിരമായി കുടി നിലനിർത്താൻ പാകത്തിൽ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും ഞാൻ മദ്യം കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. മറ്റ് കാര്യങ്ങൾക്കൊന്നും ഞാൻ പണം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുടി നിർത്തുമ്പോൾ എനിക്ക് വലിയ കടവുമില്ല. കാരണം കൃത്യം കണക്ക് കൂട്ടിയിട്ട് സ്ഥിരമായിട്ട് വളരെ കൃത്യമായിട്ട് ആണ് ഞാൻ കുടിച്ചത്. പക്ഷെ ഒരിക്കലും ഒരു കാലത്തും മദ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു കൺട്രോൾ കിട്ടണമല്ലോ, അതെനിക്ക് കിട്ടിയിട്ടില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും, ഓരോ മാസം കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുമ്പോഴും എൻ്റെ കുടിയുടെ അളവ് കൂടി 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 വന്നു. ആദ്യം ഞാൻ 50 ചാരായാണ് കുടിച്ചതെങ്കിൽ അവസാനം ഞാൻ 1 ലിറ്റർ ചാരായം കുടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. 33-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാൻ 10 വർഷമായി ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. 10 വർഷം 20 വർഷമായിട്ട് ഏകദേശം ഞാൻ കുടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടിയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു. ഒരു കൊല്ലത്തേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പം എന്നോട്, ഞാൻ ടീച്ചറെയാണ് കല്യാണം കഴിച്ചത്, ഒരു കൊല്ലം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി, കുടി നിർത്തണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ തുടങ്ങി. ഒരു 2 വർഷം കഴിഞ്ഞപ്പം അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി. ഒരു 3-ാമത്തെ വർഷമായപ്പം
പറച്ചിലിൻ്റെ ഫ്രീക്വൻസി കൂടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതും, പിന്നെ അതിനടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നം കൂടെ വന്നു. കല്യാണം കഴിച്ചിട്ട് 3 വർഷമാകുമ്പോൾ കുട്ടികളില്ല. അപ്പം ഈ ഒരു ദിവസം തന്നെ പിന്നെ രാവിലെ ഞായറാഴ്ച ഒരു 10 മണിയായപ്പോൾ പോയി 100 അടിച്ച് തിരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് എന്നോട് ചേർത്തി പറഞ്ഞു, മാഷെ പിള്ളേരില്ലാത്ത വിഷമത്തിനായില്ലേ കള്ളു കുടിക്കുന്നതെന്ന് എന്നോട് ചുമ്മാ വെറുതെ മുഖത്ത് നോക്കി ഒരൊറ്റ ചോദ്യം. ഞാൻ ഇല്ലാത്തതിന്റെ വിഷമമല്ല പിള്ളേർ, കള്ളു കുടിക്കുന്നവൻ എന്തിനാ പിള്ളേരെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് സൗകര്യമല്ലേ. കാരണം അത്രയും ചെലവും കുറവാണ്. നമുക്ക് കുടിക്കണം എന്നല്ലാതെ കൊണ്ട് പിള്ളേർ വേണമെന്ന് യാതൊരു ഒരു നിർബന്ധമോ ആഗ്രഹമോ ആ കാലത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊരു തലവേദനയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ ഇതിങ്ങനെ പറഞ്ഞ് വന്നപ്പം അതിനൊരു മറുപടി ഇല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പം കുടുംബക്കാരും പലരും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ കുടി കൂടുതലാണ്. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഡെയിലി സ്ഥിരം വെള്ളമടിയാന്നാണല്ലോ കേട്ടത്, നീ ഇപ്പം കുടിക്കാനാണെങ്കിൽ പിന്നെ ഈ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗുകളൊക്കെ വന്നു. അവസാനം ഞാൻ ഒരു ഈ ഡിസംബർ അവധിക്ക് സ്കൂൾ അടച്ചപ്പം കോട്ടയം ധ്യാനത്തിന് പോയി. കോട്ടയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് വലിയൊരു ധ്യാന കേന്ദ്രമാണ്. അവിടെ കള്ളുകുടി നിർത്താൻ പ്രത്യേക സ്ഥലമുണ്ട്. ഞാൻ ആ പ്രത്യേക സ്ഥലത്തല്ല പോയത്, സാധാരണ പോകുന്നൊരു സ്ഥലത്ത് പോയി. അപ്പം ഈ ഇടയ്ക്ക് കുറച്ച് നിയന്ത്രിക്കാനും കുറച്ച് കുറയ്ക്കാനും ഒക്കെ ഒരു ശ്രമമൊക്കെ ഞാൻ അതിനിടയ്ക്ക് നടത്തിയിട്ടുണ്ട്. കാരണം ഇത് ഓവറാണ്, ശരിയല്ല, കൂടുതലാണെന്നൊക്കെ, ഡെയിലി കഴിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിന് പോയത്. അപ്പം ഞാനവിടെ ചെന്ന് ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കുമ്പം എനിക്ക് ഈ വിശപ്പൊക്കെ ലേശം കുറവായിരുന്നു. രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈകുന്നേരമാണ് പിന്നെ ഇച്ചിരി ഒരു പൂസിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പൊക്കെ വന്നു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഉറക്കവും കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ആധുനിക ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യന് ഒരു 35 വയസ്സ് വരെയൊക്കെ ഉറക്കവും വിഷമമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണയൊക്കെ ആയിരുന്നു. കാരണം നമ്മളിതാരോടും വേറെ ആരോടും ചോദിക്കുന്നില്ലല്ലോ, സംശയം ഡോക്ടറോട് ചോദിക്കുന്നില്ല, ആരോടും ഇത്ര കുടിക്കാത്ത ആളുകളോട് സംസാരിക്കുന്ന പോലുമില്ല. കാര്യങ്ങൾ പറയാൻ ഭയങ്കര മടിയാണ്. കുടിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അവരും പറയും എനിക്ക് ഉറക്കമില്ല എന്ന്, അവരും പറയും എനിക്കും വിശപ്പില്ല എന്ന് പറയും. അപ്പൊ സംഗതി ഒക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു 8 ദിവസത്തെ ധ്യാനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുമ്പം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെന്നോട് എൻ്റെ അപ്പൻ ഈ കുടി കഴിഞ്ഞിട്ടൊരു 4-5 വർഷം കള്ളു കുടിക്കാതിരുന്ന സമയത്ത് ഒരു ദിവസം വിളിച്ച് എന്നോട് പറഞ്ഞാണ്. എന്നോട് പറഞ്ഞു, വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല, കുടിക്കരുത് എന്നൊന്നും പറയാം, കുടിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് പറഞ്ഞു. കുടിക്കുന്ന ഭയങ്കര വിഷമമാണെന്നും പറഞ്ഞു. പക്ഷെ അതൊന്നും ചെവിയിൽ കയറിയില്ല, തലയിൽ കയറിയില്ല. അപ്പൊ എന്താണെങ്കിലും ഈ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ നോക്കുമ്പോൾ പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കടമൊന്നും ഇല്ലെങ്കിലും പൈസ മിച്ചം കയ്യിൽ വരുന്നില്ല. ഒരു സർക്കാർ ജോലിയൊക്കെ 2 പേർക്കും ജോലിയുള്ളവരുടെ കയ്യിലൊക്കെ കുറച്ച് കാശ് വേണ്ടതാണ്. പിന്നെ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം 3 കൊല്ലം കഴിഞ്ഞു. ഒരു വീടൊക്കെ വെച്ച് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ വീതമായിട്ട്. അതിനകത്തൊന്നും നട്ടിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ ചെയ്യണം. പിന്നെ ഈ പിള്ളേരുണ്ടാകുമോ എന്നുള്ള സംശയം തീർക്കണമല്ലോ. ഈ കള്ളു കുടിച്ചിട്ടാണ് പിള്ളേരുണ്ടാകാത്തെന്നുള്ള ആ പറച്ചിലെങ്കിലും നിർത്തി കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു 2 കൊല്ലത്തേക്ക് കുടിക്കാതിരിക്കാം. അപ്പൊ അതെന്നോട് അങ്ങനെ ആരും നിർബന്ധിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ പറഞ്ഞിട്ടോ എടുത്ത തീരുമാനമൊന്നുമല്ല, ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്. ഒരു 2 കൊല്ലം കുടിക്കുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാനൊരു 7 ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കുടിക്കാതിരുന്നു. പിന്നെ ഒരു 7 ദിവസവും കൂടെ കുടിക്കാതിരുന്ന 14 ദിവസമായി. ഈ 14 ദിവസമായപ്പോൾ എനിക്കങ്ങനെ കുടിക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക. അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ ഒപ്പം കുടിക്കാറുണ്ടായിരുന്ന ഒരാള് എൻ്റെ മുമ്പിൽ കൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ പുള്ളിക്കാരന് മാഷങ്ങോട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് 15 ദിവസം കുടിക്കാതിരുന്നപ്പോൾ തന്നെ അവിടെ കാട്ടുതീ പോലെ വരുന്നു മാഷ് കുടി നിർത്തി എന്നുള്ള വിവരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി കുടിച്ചു എന്നുള്ള പേരുദോഷം വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാഷങ്ങോട്ട് ഇല്ലല്ലോ എന്നാ എന്നോട് ചോദിച്ചത്. അപ്പൊ അപ്പോഴെന്റെ വായിൽ നിന്നൊന്നും ഉത്തരം ഇല്ലാന്ന് തന്നെയാണ്. അയാളൊരു 20 ഇവിടെ നടന്നു കാണും. ഞാൻ ആ കൈ കെട്ടി വെച്ചേക്കുമായിരുന്നു. ജനുവരി മാസത്തിൽ വയനാട്ടിലൊരു നല്ല തണുപ്പുണ്ട്. ഞാൻ ആ കയ്യും കെട്ടഴിച്ച് ഒരൊറ്റ കൊട്ടാണ്, ഞാനും വരുന്നു എന്ന് പറഞ്ഞു.
അപ്പം പോകുമ്പോഴും ചാരായക്കടയിൽ ചെല്ലുമ്പോഴും ചാരായത്തിന് പറയുമ്പോഴും പൈസ കൊടുക്കുമ്പോഴും ഗ്ലാസ്സിൽ ഊറ്റുമ്പോഴും എടുത്തു കുടിക്കുമ്പോഴും വളരെ ലൈവായിട്ട് ഞാനെടുത്ത തീരുമാനം എൻ്റെ തലച്ചോറിനകത്തുണ്ട്. 2 വർഷത്തേക്ക് കുടിക്കുന്നില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനം ലൈവായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ തലയ്ക്കകത്ത്. പക്ഷേ അത്തരം തീരുമാനങ്ങൾക്കോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. മദ്യത്തിൻ്റെ മുമ്പിൽ ഒരു യാതൊരു തരത്തിലുള്ള പ്രതിരോധവും ഉയർത്താൻ ഒരു മദ്യാസക്തന് അസാധ്യമാണ്. അതവിടെ തെളിഞ്ഞു. അപ്പൊ സംഗതി എല്ലാം പൊളിഞ്ഞു. പിന്നെ ഞാൻ ഒരു 200 സാധാരണഗതി ഞാൻ കുടിക്കുമ്പോൾ 200 മില്ലിയാണ് ഫസ്റ്റിലെ അടിക്കുന്നത്. അതായത് 200 മില്ലി അന്നത്തെ ചാരായം എന്ന് പറയുന്നത് ഈ കന്നാസിനകത്ത് ടാപ്പ് വെച്ച് ഊറ്റി തരുന്നൊരു സാധനമാണ്. മറ്റേ ഫോറിൻ ലിക്കർ ഒക്കെ വല്ലപ്പോഴും അപൂർവമായിട്ട് നമുക്കൊരു ആർഭാടം വല്ലപ്പോഴും അങ്ങനെ ഒരു ഉപയോഗിക്കുന്നൊരു സാധനമാണ് അന്നത്തെ കാലത്ത്. കാരണം നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ വലിയ ശമ്പളമൊന്നും ഉള്ള ജോലിയല്ലല്ലോ. അപ്പൊ എന്താണേലും അതങ്ങനെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞു. കുറച്ച് നാളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കുടി നിർത്താൻ പറ്റുകയില്ല, ഞാൻ വിചാരിച്ചാൽ നിൽക്കൂല എന്ന് ഞാൻ തന്നെ തെളിയിച്ചു. അപ്പൊ എവിടെയെങ്കിലും മദ്യപാന രോഗത്തിന് ചികിത്സിക്കുന്ന സ്ഥലത്ത് പോകണം, എവിടുന്ന് അന്വേഷിച്ചെല്ലാം കണ്ടുപിടിച്ച് ടീച്ചർ ശല്യമായിട്ട് പുറകെ നടക്കാൻ തുടങ്ങി. കുടി നിർത്താൻ പോകണം, ഒരു സ്ഥലമുണ്ട്, അവിടെ മദ്യപാനം നിർത്തുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ള പിന്നെ വാചകങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു പ്രകാരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഈ കുടി നിർത്താൻ പറ്റി, ഒന്നെങ്കിൽ കുടി നിർത്തണം, അല്ലെങ്കിൽ കുടി നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. യഥാർത്ഥത്തിൽ എനിക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹവും ഇല്ല. അപ്പൊ ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പൊ എന്നോട് ഈ മദ്യപാന രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഞാൻ കുടിച്ച് ജോലിക്ക് പോയിട്ടില്ല, ഞാൻ കുടിച്ചാരോടും വഴക്കുണ്ടാക്കാറില്ല, പൊക്കം കുറവായത് കാരണം കുടിച്ചാൽ ഞാൻ വേച്ച് നടക്കുന്നില്ല, എനിക്ക് കടമില്ല, സ്വത്ത് നശിപ്പിച്ചിട്ടില്ല, എനിക്ക് 36 വയസ്സേ ആയിട്ടുള്ളൂ, കുടി നിർത്തേണ്ട ഒരു സമയമായിട്ടില്ല. എങ്ങനെ ആലോചിച്ചാലും ഞാൻ കുടി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് അന്ന് കാരണം ഞാൻ സ്ത്രീധനവും വാങ്ങിയിട്ടില്ല. അതാണ് ഭാര്യ വീട്ടുകാർക്കോ ആർക്കോ എൻ്റെ പേരിൽ അങ്ങനെ നീ നിർത്തണമെന്ന് ഞാൻ എൻ്റെ കാശും കൊണ്ടാ കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു വിടാൻ എനിക്കറിയാമല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെയാണ് ഈ ദൈവം ഇടപെട്ടു എന്നോ ഒക്കെ നമ്മൾ സാധാരണഗതി മറ്റൊരു ശക്തിയുടെ സഹായം കിട്ടിയെന്നോ ഒക്കെ പറയുന്നതിന്റെ പൊരുൾ അവിടെയാണ്. അപ്പൊ എന്താണെങ്കിലും ഞാൻ മനസ്സോടെ അങ്ങനെ ഒരു ചികിത്സാലയത്തിലേക്ക് ചെന്നു. അന്നത്തെ കാലത്ത് പിന്നെ ഈ മദ്യപാന രോഗത്തിന് ചികിത്സ നടത്തുന്ന സ്ഥലങ്ങൾ ഉണ്ട് കേരളത്തില്. പക്ഷെ അങ്ങനെ ഒത്തിരി സാർവത്രികമായിട്ടില്ല. ഇന്നത്തെ പോലെ ഈ മുട്ടിന് സ്ഥാപനങ്ങളൊന്നുമില്ല. ഇപ്പൊ മാനന്തവാടിയിൽ ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്, ഞാൻ അവിടെയാണ് ചെന്നത്. അപ്പൊ ഇനി ഞാൻ പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനൊരു പല്ല് പറിക്കാൻ പോലും അല്ലാതെ കൊണ്ട് വേറൊരു സുഖേടും വന്ന് ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ആശുപത്രിയിൽ പോയി നിൽക്കുന്നതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരിയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നേക്കുമായി കുടി നിർത്തേണ്ടി വരുമല്ലോ, ഞാൻ ഇത്തരം ഒരു സ്ഥാപനത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്നോർത്തപ്പോൾ തലേ ദിവസം രാത്രിയിൽ സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പം ഞാൻ നാട്ടിൽ പോവുക എന്നൊക്കെ ഉള്ള രീതിയിൽ ആരോടും പറയാതെ, കാരണം ഇതിനകത്ത് നാണക്കേടിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുടിക്കാൻ പോകുമ്പോഴും അത് ഉണ്ട്, കുടി നിർത്താൻ പോകുമ്പോഴും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ ചെന്നപാടെ എന്നോട് അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒരു ഹോസ്പിറ്റലിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. എന്നോട് ചോദിച്ചു, എനിക്ക് മനസ്സായിട്ട് നീ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു നുണ പറഞ്ഞു, അതെ ഞാൻ മനസ്സായിട്ട് വന്നതാന്ന് പറഞ്ഞു. കാരണം ഈ ഇംഗ്ലീഷ് കന്യാസ്ത്രീകാരോട് പിന്നെ എനിക്ക് മനസ്സോടെ ഞാൻ വന്നതെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ മനസ്സായിട്ടാ വന്നതെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ചെന്നല്ലോ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഈ പിന്നെ ഒരാളെ ഇപ്പോൾ ഉള്ളൂ, വേറെ ആരും ഇവിടെ വന്നിട്ടില്ല, ഒറ്റയ്ക്ക് ആളെയൊക്കെ ചികിത്സിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കിടക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എനിക്ക് പുസ്തകം വായിക്കാൻ തരണം, ഞാൻ ഇംഗ്ലീഷ് ബുക്കേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ബുക്കേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞത് ഇത്തിരി പൊങ്ങച്ചാണ്. കാരണം ഞാൻ മലയാളം വായിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാൻ വേണമെന്ന് തോന്നുന്നു. അപ്പൊ ഞാനവിടെ അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞപ്പം വേറെ 1-2 പേര് വന്നു. അവരെനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. കുറച്ച് വർഷം മുമ്പ് അവര് ന്യൂയോർക്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓഫീസ് സന്ദർശിച്ചപ്പം ഒരു ബിഗ് ബുക്ക് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അത് ആർക്കെങ്കിലും വായിക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷവും അത് ആർക്കും വായിക്കാൻ കൊടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താണെങ്കിലും ഈ പുസ്തകമാണ് അവർ എനിക്ക് വായിക്കാൻ തന്നത്. അപ്പം ഇതിന്റെ പേര് കണ്ടപ്പോൾ തന്നെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതായത് മദ്യാസക്തന്റെ ഒരു ബുക്ക് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്സിന്റെ ആണ്. അനോണിമസ് എന്നുള്ളത് നമ്മളുടെ ഒരു ബ്രാൻഡ് നെയിം ആണല്ലോ, അനോണിമിറ്റി. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പൊ ഞാനന്നേരം വിചാരിച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു പുസ്തകം അല്ലല്ലോ ഞാൻ വായിക്കുന്നത്. ഞാൻ കുടി നിർത്താൻ വേണ്ടി വന്ന ആളല്ലേ. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ള പുസ്തകം അല്ലല്ലോ ഞാൻ വായിക്കേണ്ടത്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത്. എന്താണ് ഞാൻ ഈ പുസ്തകം തുറന്നു. അപ്പൊ ഞാൻ 4-5 ദിവസമേ ആയിട്ടുള്ളൂ കുടി നിർത്തിയിട്ട്. എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൽ ചെന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. തലേ ദിവസമാണ് കുടിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയ അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. കാരണം കന്യാസ്ത്രീമാരുടെ അടുത്തും അച്ഛന്മാരുടെ അടുത്തൊന്നും കുടിച്ചിട്ട് പോകുന്ന പരിപാടി മോശമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കും. ഇപ്പൊ എൻ വീട്ടിൽ ആരെങ്കിലും ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ കുടിക്കൂല. കാരണം ഇയാളെ അങ്ങ് പറഞ്ഞു വിട്ടേച്ച് നമുക്ക് കുടിക്കാമല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ ഒരു ദിവസമൊക്കെ കുടിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഈ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ മുഖവരെ അതൊന്നും ഞാൻ അങ്ങനെ വായിക്കൂല പുസ്തകത്തിന്റെ. പിന്നെ ഡോക്ടറുടെ അഭിപ്രായം എന്നൊക്കെയുള്ള ഒരു അധ്യായം കണ്ടു ഞാനതൊന്നും നോക്കിയില്ല. കാരണം ഡോക്ടറുടെ അഭിപ്രായം നമുക്ക് കണ്ട കാര്യമൊന്നുമില്ല. ഈ ബില്ലിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ കഥ പോലെ ഒത്തിരി പേജൊന്നും ഇല്ലല്ലോ, ഒരു കഥയായിരിക്കുമല്ലോ. ചെറുകഥകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ഈ പുസ്തകം കഥ ഞാനങ്ങ് വായിച്ചു. ഈ ബില്ലിന്റെ കഥ വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം മുമ്പോട്ട് കുറച്ചും കൂടി ഞാൻ വായിച്ചു. മൊത്തം അങ്ങ് വായിച്ചിട്ടൊന്നുമില്ല, കുറച്ചും കൂടി അങ്ങ് വായിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ഇത് ഒരു നടയ്ക്ക് പോകുന്ന കേസല്ല. ഇന്ന് നിർത്താം, നാളെ നിർത്താം, നാളത്തെ കഴിഞ്ഞ് നിർത്താം, ഓണത്തിന് നിർത്താം, ക്രിസ്മസിന് നിർത്താം എന്ന് പറയുന്നതല്ലാതെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ ഇത് നിർത്താൻ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ബില്ലിന്റെ കഥയിലും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഒരു നടയ്ക്ക് പോകുന്ന കേസല്ല. നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും പിന്നെ ഡോക്ടറാണെങ്കിലും പിന്നെ എന്താ പറയാ, സന്യാസി സമൂഹത്തിൽപ്പെട്ട അംഗങ്ങളാണെങ്കിലും അവർ പറഞ്ഞ ഒരു കാര്യം എന്നിലൊരു സംശയം ഉണ്ടാക്കാൻ പര്യാപ്തമായിരുന്നു. മദ്യപാനാസക്തി ഒരു രോഗമാണ് എന്ന് അവർ തുടരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ചികിത്സാലയത്തിൽ ചികിത്സ തീരുന്നത് വരെ അവർ തീരുന്ന അന്നും അവർ സ്ട്രെസ് ചെയ്തത് മദ്യപാനാസക്തി ഒരു രോഗമാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു കാര്യം ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഏതാണെങ്കിലും ഞാൻ 22 ദിവസം കടന്ന് അന്നത്തെ കാലത്ത് 5000 താഴെ പൈസയായി. ഞാൻ എന്താണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ജോലി സ്ഥലത്തേക്ക് പോയി. ജോലി സ്ഥലത്തെത്തി. അപ്പോഴെനിക്കൊരു സംശയം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാന കാലത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുടിച്ചിട്ട് പൂസാകുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് 1 ലിറ്റർ ചാരായം വരെ കുടിച്ചിട്ട് കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഒന്ന് വേക്കുന്ന പോലും ഇല്ല. അങ്ങനെയായിരുന്നു അവസാനത്തെ എൻ്റെ ഒരു അവസ്ഥ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത്, കുടിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് പൂസാകാതെ വരുന്നത്, ഇത് ഞാനിങ്ങനെ കുടിച്ച് ഇങ്ങനെ ആയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഇതിനേക്കാളും വലിയ പ്രശ്നം വരേണ്ടത് ചായയും കാപ്പിയല്ലേ. അതിനേക്കാൾ കൂടുതൽ ഞാൻ ആവർത്തിച്ച് കഴിച്ച സാധനം ചായയും കാപ്പിയാണ്. അതെനിക്ക് പ്രശ്നമില്ല. ചായ കുടിക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ചായ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വറവരിയല. അപ്പം മദ്യത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മദ്യത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെനിക്ക് തോന്നിയായിരുന്നു ഈ ചികിത്സിക്കാനൊക്കെ പോകുന്നതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അക്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു ഒരു ദിവസം.
ഈ സ്വപ്നം ഞാൻ കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ കലുഷിതവും അതുപോലെ തന്നെ ഒരു സമാധാനവും ഇല്ലാത്തൊരവസ്ഥയിലാണല്ലോ. ഞാൻ നോക്കുമ്പോൾ ഈ സ്വപ്നത്തിൽ ഒരു ഒരു എന്തോ ഒരു സമാധാനത്തിൽ, ഒരു അന്തരീക്ഷത്തിൽ, ഒരു അനുഭൂതിയിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്തരം ഒരു അവസ്ഥ എൻ്റെ മനസ്സിലും സാധ്യമാണ്. കാരണം ഇങ്ങനെ ഈ സമാധാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം ഒരു എനിക്ക് സാധ്യമാണ് എന്ന്, ആ സ്വപ്നത്തിൽ സാധ്യമാണെങ്കിൽ അത് യഥാർത്ഥ ജീവിതത്തിലും അത്ര ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ എന്നാണെങ്കിലും ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ ആദ്യത്തെ സംശയം ഇതാണ്: ഇനി ഒരു 100 അടിച്ചാൽ, അല്ലെങ്കിൽ ഇനി ഒരു 2 പെക്കടിച്ചാൽ അത് ഏക്കും. ഇതാണ് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന ആദ്യത്തെ ചിന്ത. അപ്പം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് തന്നെയാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഞാൻ പഴയ പോലെ കുടിക്കൂല, ഇനി ഞാൻ കുടിച്ചാൽ വഴക്കുണ്ടാക്കൂല ആരോടും, ഇനി ഞാൻ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം കുടിക്കൂല, ഒരു 200 കുടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 300 ഞാൻ കുടിക്കുകയുള്ളൂ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ കീറാമുട്ടിയിൽ നിന്ന് ഒരു എന്തെങ്കിലും തരത്തിലൊരു മോചനം വേണമെങ്കിൽ ആദ്യത്തെ കുടി ഞാനങ്ങ് ഒഴിവാക്കണം. തന്നെയല്ല, അന്നത്തെ കാലത്ത് 5000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നുമല്ല. ഈ 10,000 രൂപ മുടക്കി ചികിത്സിച്ചിട്ട് വന്നിട്ട് പിറ്റേ ദിവസം കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വലിയൊരു ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കും. കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തും പിന്നെ എല്ലാം പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് ഞാനങ്ങ് വെച്ചു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വഴിമാറി നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പിൻ്റെയും അതുപോലെ തന്നെ മദ്യം കുടിക്കുന്ന ആൾക്കാർ, വെള്ളം അടിച്ച് നടക്കുന്ന ആൾക്കാരെയും ചെറുതായിട്ടൊന്ന് വഴിമാറി പോകാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ ചികിത്സ കഴിഞ്ഞു പോയ ആൾക്കാർ, കുടിക്കാത്ത ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ഞാൻ ഒരു സൂക്കേടും ഇല്ലാത്ത ഞാൻ പോയിട്ട് 22 ദിവസം കിടന്ന് ആശുപത്രി കിടന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പിന്നെ കെട്ടിയെടുക്കണമെന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് തോന്നി. കാരണം ഈ 10,000 രൂപ മുടക്കി ചികിത്സിച്ചിട്ട് ഡോക്ടർ അങ്ങോട്ട് ഒന്നും കൂടെ ചെല്ലാൻ പറയുമ്പോൾ പോകാതിരിക്കുന്നത് മോശമല്ല. ഈ ഓപ്പറേഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞ് വന്നിട്ട്, അന്നത്തെ കാലത്ത് ഈ തുന്നിക്കെട്ട് അഴിക്കുന്ന ഒരു പരിപാടി, നൂല്, അത് ഡോക്ടർക്കേ ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞത് പോലെ നമ്മൾ ഈ ഇത്രയും കാശെല്ലാം മുടക്കിയിട്ട് ഒന്നും കൂടെ ചെല്ലാൻ പറയുമ്പോൾ ചെന്നില്ലേ മോശമാണല്ലോ എന്നൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ട് എന്ത് ചെയ്ത് ഞാനങ്ങ് പോയി. അപ്പം എല്ലാ മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ച അവിടെ ഇങ്ങനെ കുടി നിർത്തിയ ആൾക്കാർ വരുമെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 10-30 ആളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലനവൻകാരും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കുന്നത്. അപ്പം ആൾക്കാരൊക്കെ നന്നായിട്ട് നല്ല സന്തോഷത്തിലാണ്. അത് മാത്രമല്ല, നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കുടിച്ച ആളുകളാണെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് സത്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ചില ആളുകളെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അടുത്ത ഞായറാഴ്ചയും പോണം എന്നൊരു നിർബന്ധം ഈ ടീച്ചർ പറയുന്നു അറിയില്ല. ഞാനിങ്ങനെ രാവിലെ മഴ പെയ്തോ, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും, തോട് കടക്കത്തില്ല, വണ്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തി തള്ളി അവിടെ ഞാൻ പോകും. അതിനിടയിൽ എനിക്ക് അവിടെ ചില സുഹൃത്തുക്കളെ കിട്ടി ആ മീറ്റിംഗ് സ്ഥലത്ത്. അതിന് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം സ്പോൺസർ എന്ന പേര് പറയാം. അയാളുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ തുടങ്ങി. ഈ മദ്യാസക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിഷയമായി ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങളത് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വല്ലപ്പോഴും അയാളെ കാണാൻ വേണ്ടി ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് മാനന്തവാടി പോകാൻ തുടങ്ങി. അപ്പം മീറ്റിങ്ങിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഏകദേശം 1 വർഷം ആകാറായപ്പം, അതിനു മുമ്പ് തന്നെ ഈ പടികൾ അവിടെ എഴുതിയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഇത് സ്വർഗത്തിൽ പോകേണ്ട പരിപാടിയാണ്, കുടി നിർത്താൻ ഇതല്ല ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ കുടി നിർത്താൻ അത് വലിയൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുടി നിർത്തി കഴിഞ്ഞിട്ട് ഈ മിക്കവാറും ആളുകളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. ജോലി സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളില്ല, അവിടെ അങ്ങനെ വലിയ മേലുദ്യോഗസ്ഥരുമായിട്ട് പ്രശ്നമില്ല, അപ്പൊ കുടുംബാംഗങ്ങളുമായിട്ടും ആരുമായിട്ടും വലിയ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വലിയ കടബാധ്യതകളൊന്നും ഇല്ല. അപ്പം വലിയ തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല.
പക്ഷേ ടീച്ചറുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ആൽക്കഹോൾസ് അനോണിമസിന്റെ 12 പടികൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുന്ന പരിപാടിയല്ല, സ്വയം മര്യാദ പഠിക്കുന്ന കേസാണ്. അപ്പം ഞാൻ അതനുസരിച്ച് എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവൃത്തികളെയും അല്പാൽപമായിട്ട് ചേഞ്ച് ആക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 വർഷം ആകാറായപ്പം, അതുവരെ 1 വർഷം ആകുന്നത് വരെ സത്യത്തിൽ ഞാൻ വലിയ ഇച്ഛാഭംഗത്തോടെയാണ് ജീവിച്ചത്. ചാരായക്കട കാണുമ്പോൾ ഒരു വിഷമം, ആരെങ്കിലും കുടിച്ച കാര്യം പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഭയങ്കര മനസ്സിനൊരു വിഷമം. ഇതിനിടയിൽ രസാവകമായ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ഈ ചികിത്സാലയത്തിൽ പോയി കുടിക്കാതെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ കുടി നിർത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോയി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളുണ്ട്, ആ പുള്ളിക്കാരനെ കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഏകദേശം 1 വർഷത്തിനിടയിൽ 1/2 ഡസൻ ആൾക്കാരെ ഞാൻ ഈ സ്ഥാപനത്തിൽ കൊണ്ടുഎത്തിച്ചു. ആൽക്കഹോൾസ് അനോണിമസിന്റെ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ അക്കാലത്ത് കേരളത്തിലൊരിടത്തും നടക്കുന്നില്ല. എറണാകുളത്തോ മറ്റൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ, ഈ ചികിത്സാലയങ്ങളിൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഗ്രൂപ്പ് എന്ന രീതിയിൽ സ്വതന്ത്രമായി സ്വന്തം കാര്യം നിൽക്കുന്ന ഗ്രൂപ്പുകൾ അക്കാലത്ത് കേരളത്തിലില്ല. അപ്പം എന്താണെങ്കിലും ഞാൻ ഈ അന്നത്തെ കാലത്ത് എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്തു. 1/2 ഡസൻ ആൾക്കാരെ 1 വർഷത്തിനിടയ്ക്ക് ഞാൻ ആ സ്ഥാപനത്തിൽ എത്തിച്ചു. അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഞാനങ്ങ് ബലം പിടിച്ചു കൊണ്ടുപോയി എന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ പോയി ഞാൻ ഇപ്പോൾ കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ എന്നാ നിർത്താനുള്ള താല്പര്യമുള്ളവരോ ഇല്ലാത്തവരോ നിർബന്ധിച്ചോ അല്ലാതെയൊക്കെ അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ എനിക്ക് സാധിച്ചു. 1 വർഷം ആയപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മദ്യത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടിക്കാതിരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല, എനിക്ക് ഇച്ഛാഭംഗമില്ല, നിരാശയില്ല. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബിഗ് ബുക്കൊക്കെ വായിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് അഡ്രസ്സൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു അഡ്രസ്സ് ബോംബെയിലേതും ഒരു അഡ്രസ്സ് GSO ന്യൂയോർക്കിലെ അഡ്രസ്സാണ്. അപ്പം എനിക്ക് എന്താണ് സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥാപനത്തിൽ നടക്കുന്ന ശരിക്കുള്ള അല്ല എന്നൊരു തോന്നലാണ് എനിക്ക് എൻ്റെ സംശയത്തിൻ്റെ ആധാരം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനൊരു എയർമെയിൽ വാങ്ങിയിട്ട് ഒരു കത്തങ്ങ് ന്യൂയോർക്കിലേക്ക് അയച്ചു. കത്തിനകത്ത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാനൊരു മദ്യാസക്തനാണ്, എനിക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആൽക്കഹോൾസ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളോ ഗ്രൂപ്പുകളൊന്നും ഇവിടെ ഒരിടത്തും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ട് ഒരു കത്ത് ഞാൻ ജനറൽ സർവീസ് ഓഫീസിലേക്ക് അങ്ങ് അയച്ചു. ഇത് 92-ലാണ്. അപ്പം ഈ മറുപടി വന്നപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ കത്തെന്നാണ് അവിടെ കിട്ടിയത്, അവരെന്നാ മറുപടി അയച്ചതെന്ന്. അത് ഈ നമ്മളൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കുരുട്ടുകുത്തി എന്ന് വേണേൽ അതിനെ പറയാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കത്ത് അവിടെ ചെന്ന അന്ന് തന്നെ അവരെനിക്ക് മറുപടി അയച്ചിട്ടുണ്ട്. അതിലെനിക്ക് വലിയ അത്ഭുതം തോന്നി. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് കേരളത്തിൽ സിമെന്റിന് അപേക്ഷിച്ചാൽ 1 കൊല്ലം കഴിഞ്ഞാൽ സിമെന്റ് കിട്ടുള്ളൂ. പെരമണിയാൻ സിമെന്റിന് അപേക്ഷിച്ചാൽ 1 വർഷം കഴിയണം സിമെന്റ് കിട്ടണമെങ്കിൽ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. ഒരു പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്തൊരു വീട്ടു നമ്പർ ഇടണമെന്നുണ്ടെങ്കിൽ 15 പ്രാവശ്യമെങ്കിലും പോകണം. ഒരു വില്ലേജിൽ നികുതി അടയ്ക്കണമെങ്കിൽ 8 പ്രാവശ്യമെങ്കിലും പോകണം. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത്, നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കത്ത് അവിടെ ചെന്ന അന്ന് തന്നെ അവർ മറുപടി അയക്കണമെങ്കിൽ ഇതൊരു ചില്ലറ പരിപാടിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത്, GSO ബോംബെയിൽ ലക്ഷക്കണക്കിന് രൂപ ആസ്തിയുണ്ട്, കോടിക്കണക്കിന് ഡോളർ ന്യൂയോർക്കിലുണ്ട്, ഇതിനകത്ത് 20 ലക്ഷം ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ എന്നെ ആകർഷിച്ചത്, അല്ലാതെ 12 പടിയും 12 പാരമ്പര്യമൊന്നുമല്ല. അപ്പം ഇത് നിസ്സാര പരിപാടിയല്ല, അല്പം നിലവാരമുള്ളൊരു കേസാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വിവരം കിട്ടിയത്, ബാംഗ്ലൂർ ഒരു ഗ്രൂപ്പിൻ്റെ വാർഷികം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സ്പോൺസറാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ,
ആ പുള്ളിയും ഞാനും കൂടെ എന്നാൽ പിന്നെ അങ്ങോട്ടൊന്ന് പോയി കളയാൻ പ്ലാൻ ഇട്ടു. ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റാണ്. പിന്നെ ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. ഞാനീ പുറത്തു പോയിരിക്കുന്ന ആകെപ്പാടെ ഈ കബനി നദിക്ക് അക്കരെ വൈരക്കുപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ മൂലവെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക ചാരായം കിട്ടുമായിരുന്നു. അങ്ങനെ ഈ വള്ളത്തെ കയറി അപ്പുറത്ത് പോയതല്ലാതെ ദൂരെ പോയിട്ടുള്ള പരിചയമൊന്നും സ്റ്റേറ്റ് വിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം പോകാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, പുതിയ സ്ഥലങ്ങൾ കാണുന്നത് ഇഷ്ടമാണ്. ബാംഗ്ലൂർ എന്നാ പിന്നെ പോയേക്കാന്നങ്ങ് തീരുമാനിച്ചു. അവിടെ ഒരു ഗ്രൂപ്പിന്റെ വാർഷിക. എന്താണേലും തലേ ദിവസം എൻ്റെ സ്പോൺസർ സുഹൃത്ത് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി, വിഷമം. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഓ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഇനിയിപ്പോ തിരിച്ചു വന്നില്ലേലും കുഴപ്പമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോയി. ഞാൻ അവിടെ ചെന്നു, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു, ഈ സ്ഥാപനത്തിൽ ചെന്നു, ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നു. ഇത് മീറ്റിങ്ങിന്റെ തലേ ദിവസമാണ്. അപ്പോൾ ഒരാളവിടെ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അയാളെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഉറങ്ങുന്ന ആളെ എങ്ങനെയാ വിളിക്കുന്നത്, ഒരു ഉച്ചനേരമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താണേലും വിളിച്ചപ്പോൾ ഇയാൾ ചാടി ഇറങ്ങി വന്നു. എന്നോട് ചാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്ന് വന്ന ഒരു AA മെമ്പറാണ്, ഞാൻ ഇവിടുത്തെ വാർഷികത്തിന് വന്നാന്ന് പറഞ്ഞു. അയാൾ കൃഷ്ണ ഐ എന്ന് പറയും, മരിച്ചുപോയി. കുറെ വർഷം സോബറായിരുന്നു അദ്ദേഹം. ബാംഗ്ലൂർ ആൾക്കോഴ്സ് അനോണിമസിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. സാധാരണ നമ്മൾ ഈ പിള്ളേരെ, ഈ ചെറിയ പിള്ളേരെ പെരുന്നാളിനും ഉത്സവത്തിനും ഒക്കെ കയ്യെ പിടിച്ച് നടത്തി കൊണ്ടുപോകുന്നത് പോലെ അയാൾ അന്നും അതിന്റെ പിറ്റേ ദിവസവും ഒക്കെ എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് ബാംഗ്ലൂർ പല പരിപാടിക്കും, പത്രസമ്മേളനം അവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പിറ്റേ ദിവസം ഗ്രൂപ്പിന്റെ വാർഷികമാണ്. ഏകദേശം ഒരു 300 ആൾ പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവിടെ ഇങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ ആരും നേതാവോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പിള്ളേരെ സ്കൂൾ നിയന്ത്രിക്കുന്ന പോലെ അവിടെ ഹെഡ് മാഷെ പോലെ അങ്ങനെ ആരും അവിടെ ഇല്ല. വേറെ അങ്ങനെ ഈ കന്യാസ്ത്രീകളെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെയോ ഒന്നും ഞാൻ കണ്ടില്ല. കുടിയന്മാർ തന്നെയാണ്, മദ്യാസക്തർ തന്നെയാണ് ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ കുറച്ചു പേരൊക്കെ അടിച്ചിട്ട് കുടിച്ചിട്ട് വന്നവരും ഉണ്ട്, അതും ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ എന്താണെങ്കിലും എനിക്കത് വലിയൊരു ആത്മാഭിമാനം ഉണ്ടാക്കിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം 300 ആൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഇത് 93 ആദ്യമാണ് പരിപാടി ബാംഗ്ലൂർ സിറ്റിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കുടിയന്മാർ അത്ര വെറും മോശക്കാരായ ആൾക്കാരല്ല. അവർ കുടി നിർത്തിയിരിക്കുന്നുവെന്നും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ബാംഗ്ലൂർ ഞാൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ചികിത്സാലയത്തിൽ, ഈ മാനന്തവാടിയിൽ ഈ വിൻസെന്റ് ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനത്തിൽ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം പോകുന്നുണ്ട്. വേറെ വയനാട്ടിലൊരിടത്തും മീറ്റിംഗ് ഒന്നുമില്ല. വയനാട്ടിൽ നിന്നല്ല, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലൊരിടത്തും ഇല്ല. ആ ഇടയ്ക്കാണ് ഈ കോഴിക്കോട് സുരക്ഷാ ഹോസ്പിറ്റലിൽ NP ഹാഫീസ് മുഹമ്മദിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. NP ഹാഫീസ് മുഹമ്മദ് പിന്നെ ഗ്രൂപ്പിൽ ചിലപ്പോഴൊക്കെ സ്പീക്കറായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. വേറെ ഗ്രൂപ്പുകളിലൊക്കെ കാണാറുണ്ട് അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിൽ കോഴിക്കോട് സുരക്ഷ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിൽ AA മീറ്റിംഗ്, ഒരുപക്ഷെ ഒരു സ്ഥാപനം AA നടത്താൻ വേണ്ടി സ്വതന്ത്രമായി നടത്താൻ വിട്ടുകൊടുത്തൊരു സ്ഥലം അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, 93-ല് ഞാൻ രാവിലെ ഇവിടുന്ന് ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ മീറ്റിംഗ്. ഞാൻ അതിരാവിലെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബസ്സൊക്കെ കുറവാണ്. ഞാനൊരു ലോക്കൽ ജീപ്പേ കയറി ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്യണം. അത് കഴിഞ്ഞ് ബസ്സിലൊരു 120 കിലോമീറ്റർ. ചുരമൊക്കെ വളരെ മോശമായിട്ട് കിടക്കുക, യാത്ര കുറേ ടൈം എടുക്കും എത്താൻ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു 10-15 ആൾക്കാരുണ്ട്. പിന്നെ അവിടെ വേറെ ആരും അവരെ കണ്ടില്ല. മദ്യാസക്തരാണ്, ചിലപ്പോൾ ചില കൗൺസിലർമാരൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നല്ല, അതുകൊണ്ട് അവിടെ ആരും കൺട്രോൾ ചെയ്യുന്നൊന്നുമില്ല. കുടിയന്മാർ തന്നെയാണ് മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പോയി കഴിഞ്ഞപ്പം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടുന്ന് ഈ തിരിച്ചു പോരുന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഞായറാഴ്ചയാണ് ഈ മീറ്റിംഗ്, എനിക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോകണം. അപ്പം രാത്രി 12 മണിക്ക്, ഇപ്പോഴാണെങ്കിൽ എപ്പോഴും ബസ്സൊക്കെ ഉണ്ട് ധാരാളം, പക്ഷെ അന്നത്തെ കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിലേക്ക് ബസ് ഉണ്ടാവില്ല. പക്ഷെ രാത്രി 12 മണിക്ക് പത്രം കൊണ്ടുവരുന്നൊരു വണ്ടിയുണ്ട്, ഒരു ജീപ്പുണ്ട്. ഞാൻ ആ പത്രം വരുന്ന ജീപ്പിന് വന്ന് ബത്തേരി വരുമ്പം നേരം വെളുക്കും.
ബത്തേരിയിൽ നിന്ന് ബസ് കയറി പുൽപ്പള്ളി വരും. പുൽപ്പള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴത്തേനും പുൽപ്പള്ളി വരും. പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ലോക്കൽ ജീപ്പിന് കയറി കഴിഞ്ഞാൽ 8 മണി 8:30 ആകുമ്പോഴത്തേനും ഞാൻ ജോലി സ്ഥലത്തെത്തും. തിങ്കളാഴ്ച രാവിലെ ഞാൻ സ്കൂളിലും പോകും. സ്കൂൾ മുടക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ അടുത്ത സമീപകാലത്തൊക്കെ തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ പോകാറില്ലായിരുന്നു. കാരണം ഞായറാഴ്ച രാവിലെ തന്നെ അടി തുടങ്ങും, തല പൊന്തൂല. അപ്പോൾ ഹെഡ് മാസ്റ്റർക്ക് അറിയാൻ ഞാൻ തിങ്കളാഴ്ച വരില്ല എന്ന്. അപ്പം നീ കുടി നിർത്തി ഇപ്പം വേറെ എന്തോ പരിപാടിയാണ് ഇപ്പോഴും തിങ്കളാഴ്ച വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു നാണക്കേടിൻ്റെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തിങ്കളാഴ്ച പോകാതിരിക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ജോലിക്ക് പോകും. അപ്പം അക്കാലത്ത് ഞാൻ അങ്ങനെയാണ് മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനിടയിൽ ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി, അതായത് മറ്റ് മദ്യാസക്തരെ സഹായിക്കുന്നതിലൂടെയാണ് ഒരാൾ കുടിക്കാതെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ടി.കെ. രവീന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 92 ജനുവരി മാസത്തിൽ പത്രത്തിൽ ചെറിയൊരു പരസ്യം കണ്ടു. പുള്ളി ഈ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ചികിത്സയ്ക്ക് പോയി. അവിടെ ഒരു ബ്രഷോ ഷേവിങ് സെറ്റോ മറന്നു വെച്ചു. അതെടുക്കാൻ വേണ്ടി അയാൾ പിറ്റേ ആഴ്ചയിൽ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ കിടന്ന കട്ടിലെ ഒരാൾ കിടപ്പുണ്ട്. അപ്പം ഇയാൾ ഈ കട്ടിലെ കിടന്ന ആൾ പുള്ളിയോട് രവിയേട്ടനോട് ചോദിച്ചു, രവിയേട്ടൻ നിങ്ങൾ അടിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. ആ ശരി. എല്ലാ ദിവസവും അദ്ദേഹം, അന്ന് കൊയിലാണ്ടിയിലാണ് ജോലി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ സ്ഥാപനം. എല്ലാ ദിവസവും അവിടെ കയറി അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കണ്ട് സംസാരിച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് പോയത്. അതാണ് അയാൾ പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല. മരിക്കുന്നത് വരെ മദ്യം കഴിച്ചിട്ടില്ല അദ്ദേഹം, ടി.കെ. രവീന്ദ്രൻ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹമാണ് മറ്റു മദ്യാസക്തരെ സഹായിക്കുന്നതിലൂടെയാണ് ഒരാൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനങ്ങനെ കോഴിക്കോട് യാത്രകൾ തുടങ്ങി. എല്ലാ മാസവും ഞാൻ കോഴിക്കോട് പോകും. അതിനിടയ്ക്ക് മറ്റ് ചില സ്ഥലങ്ങളിലും ഇത്തരം മീറ്റിങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് തുടങ്ങി, ബേപ്പൂർ ഒരു മീറ്റിംഗ് തുടങ്ങി, വയനാട്ടിലും മാനന്തവാടിയിലും അതുപോലെ തന്നെ കൽപ്പറ്റയിലും ബത്തേരിയിലും മീറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞ് പുൽപ്പള്ളിയിൽ പിന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പം 10, 12, 13 ഗ്രൂപ്പുണ്ട് വയനാട് ജില്ലയിൽ. പക്ഷെ അതിനിടയിൽ മദ്രാസിൽ നിന്ന് വന്ന ഒരാൾ എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. അന്നത്തെ ട്രസ്റ്റിയാണ് അദ്ദേഹം. എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് എ കംസ് ഓഫ് ഏജ് എന്നാണ്. അതായത് 1955 അമേരിക്കയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചിട്ട് 20 വർഷം ആയി. 1935, 20, 55. 55 സെന്റ് ലൂയിസിൽ ഒരു കൺവെൻഷൻ നടന്നു. അതിൽ 5000 പേര് പങ്കെടുത്തു. ആ സമ്മേളനത്തിലേക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഐസൻഹോവറിന്റെ അനുമോദന സന്ദേശം വന്നു. അന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പക്വതയാർജിച്ചു, അല്ലെങ്കിൽ പ്രായപൂർത്തിയായി എന്ന് പ്രഖ്യാപിച്ചതെന്നാണ്. ആ ആദ്യകാലത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 20 വർഷത്തെ വളർച്ചയുടെയും ആരംഭത്തിന്റെയും ചരിത്രമാണ് എ കംസ് ഓഫ് ഏജ്. ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം ബൈബിളിലൊരു വാചകമുണ്ട്, കലപ്പയിൽ കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കരുതെന്ന്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരാൻ ഉണ്ടായ കാരണം, അന്ന് ആ ചികിത്സാലയത്തിൽ കിടന്നപ്പോൾ ആ സിസ്റ്റർ എനിക്ക് വായിക്കാൻ തന്ന ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഞാൻ എയിൽ നിലനിൽക്കാൻ കാരണം, തുടരാൻ കാരണം, ഞാൻ രണ്ടാമത് വായിച്ച എ കംസ് ഓഫ് ഏജ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതായത് എയുടെ ആദ്യകാലം മുതലുള്ള ചരിത്രം, എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചത്, അതിൻ്റെ വളർച്ച, 20 വർഷത്തെ വളർച്ച, അത് കാണിക്കുന്ന ഒരു പുസ്തകമാണ് എ കംസ് ഓഫ് ഏജ്. അപ്പോൾ അക്കാലത്ത് ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വന്നു, ചെയ്തു. എനിക്ക് സ്ഥലങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഈ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹാബാദ്, ഡൽഹി എന്നൊക്കെ ഈ മാപ്പേലാണല്ലോ കാണുന്നത്. അതുപോലെ ന്യൂയോർക്ക്, സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ മാപ്പിലാണല്ലോ കാണുന്നത്. അപ്പോൾ അങ്ങനെ അത്തരം സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു 94 ഈ ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേഷൻ
ഈ വിൻസെന്റേരി ഹോസ്പിറ്റലിൽ 10-30 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡെലിഗേറ്റ് ആയിട്ട്, ഒരു ഡെലിഗേറ്റ്. അപ്പോൾ ഈ ഡെലിഗേറ്റിന് പനിയായപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് പോകാമെന്ന് ചോദിച്ചു. അന്ന് എൻ്റെ അടുത്ത് പൈസയുണ്ട്, എനിക്ക് അത്യാവശ്യം ഭാഷ അറിയാം. ഭാഷ എന്ന് പറഞ്ഞാൽ അന്ന് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദി ഇപ്പോഴും ഹിന്ദി ഇംഗ്ലീഷ് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ജനറൽ സർവീസ് ഓഫീസിൽ. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഡെലിഗേറ്റ് ആയിട്ട് നാഗ്പൂർ പോകുന്നതും അവിടെ നിന്ന് ഈ ബിഗ് ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജോയ്കുട്ടി സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരെങ്കിലും തിരുത്തി ശരിയാക്കി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവരുന്നതും 97 അത് മലയാളത്തിലോട്ട് പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ അതിൻ്റെ തുടർന്നുള്ള സംഭവങ്ങളാണ്. അപ്പം പിന്നെ ഇങ്ങനെ പിന്നെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. ഈ അന്നത്തെ കാലത്ത് ഇപ്പോൾ കോൺഫറൻസ് ബോംബെയിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷെ അന്ന് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ അതൊരു പബ്ലിക് ഇൻഫർമേഷൻ വർക്കിൻ്റെ ഭാഗമായി ചെയ്തതാണ്. പിന്നെ കോഴിക്കോടും കൽപ്പറ്റയിലും എറണാകുളത്തും ഒക്കെ ജനറൽ സർവീസ് കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട്. ഇപ്പം അത് ബോംബെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനത്തെ പരിപാടികൾ ഇപ്പം നടത്തുന്നില്ല. അന്നൊരു വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു ആൾക്കോൾസ് അനോണിമസിനെ പുറത്ത് അറിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് അത്. അപ്പം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്ന് ചെറിയ പിന്നെ സംസാരം വന്നു, ഇവൻ കള്ളു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ കിട്ടിയ പൈസ മുഴുവനും കള്ളു കുടിച്ച് കളയുമായിരുന്നു. ഇപ്പം അവന് കിട്ടുന്ന പൈസ മുഴുവനും അവൻ വണ്ടിക്കാർക്ക് കൊടുക്കുവാണ്, കാരണം പോവുകയാണല്ലോ. ഒരു പിന്നെ ഒന്ന് ബോംബെക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 6 മാസം കഴിയുമ്പം കൽക്കട്ട, അടുത്ത 6 മാസം കഴിയുമ്പോൾ ഹൈദരാബാദ്, അത് കഴിഞ്ഞാൽ ചെന്നൈ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷെ ടീച്ചർ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പോകരുതെന്ന്. കാരണം ഈ കുടിയുടെ സീരിയസ്നെസ് അവർക്കല്ലേ അറിയാവുള്ളൂ. ഈ പറയുന്നവർക്ക്, കുടുംബക്കാർക്കും മറ്റുള്ളവർക്കും മദ്യാസക്തി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇയാൾ കുടിക്കണ്ടെന്ന് വിചാരിച്ചാൽ കുടിക്കാതിരിക്കാമെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇയാൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാതിരിക്കാം. മനസ്സ് വെച്ചാൽ കുടിക്കാതിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 50 കൊല്ലം മുമ്പ് 4 പ്രാവശ്യം കുടിച്ചപ്പോൾ നിർത്തുമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഈ പിന്നെ യാത്രകളും ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു, മറ്റു സ്ഥലങ്ങളിൽ മീറ്റിങ്ങിന് പോകുന്നു, ഇതൊക്കെയാണ് ആൽക്കഹോൾസ് അനോണിമസിൽ തുടരാൻ എന്നെ സഹായിച്ചത്. അപ്പോൾ അതിനിടയിൽ ഈ തമിഴ്നാട്ടിൽ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ ഇവിടുന്ന് സുൽത്താൻ ബത്തേരി 50 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ്, മീനാക്ഷി സുന്ദരം എന്ന് പറഞ്ഞ ഒരാൾ മദ്രാസിൽ നിന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്തു, കൽപ്പറ്റയിൽ ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ കണ്ടാൽ മതി എന്ന്. ഇയാൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് ഗൂഡല്ലൂർ ഒന്നുമില്ല കാലത്ത്. അപ്പം എന്നോട് ചോദിച്ചു പോകാൻ നമുക്കൊരു ദിവസം അങ്ങനെ ഗൂഡല്ലൂർ പോകുന്നു. അപ്പം ഗൂഡല്ലൂർ കോഴിക്കോടിൻ്റെ അത്ര ദൂരമില്ല, അടുത്താണ്. അപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ദിവസം ഗൂഡല്ലൂർ പോകും. അത് പിന്നെ ബസ്സൊക്കെ മാറി മാറി കയറി പോകണം, അടുത്ത സ്റ്റേറ്റ് ആണ്. അപ്പം ഇത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ വട്ട് പോലെ തോന്നും. പക്ഷേ അകത്തുനിന്ന് നോക്കുമ്പോൾ അത് വട്ടല്ല. കാരണം ഞാൻ കുടിക്കാൻ വേണ്ടി ഗോവയിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകാതിരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെ ചാരായക്കടയിലെ പറ്റു തീർക്കാതെ ഗോവയ്ക്ക് പോകാൻ പറ്റുമോ? അപ്പൊ കുടിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകും, അതിന്റെ കുറച്ചു ദൂരമെങ്കിലും കുടിക്കാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അത് നമ്മുടെ ബോബ് ഒരു സ്ഥലത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കുടിക്കാൻ നിങ്ങൾ കാണിച്ച ആവേശത്തിന്റെ പകുതിയെങ്കിലും നിങ്ങൾ കൂടി നിർത്താൻ കാണിക്കണം. അപ്പൊ കുടിക്കാൻ വേണ്ടി ഗോവയ്ക്ക് പോകാമെങ്കിൽ കുടി നിർത്താൻ വേണ്ടി എനിക്ക് കോഴിക്കോട് പോകാമല്ലോ. കുടിക്കാതിരിക്കാൻ വേണ്ടി യാത്രകൾ നടത്തേണ്ടി വരും, പണവും മുടക്കേണ്ടി വരും, കാശും മുടക്കേണ്ടി വരും. പക്ഷെ എന്നാലും എൻ്റെ അടുത്ത് പൈസ മിച്ചമുണ്ട്. കുടിക്കുമ്പോൾ അത് മുഴുവൻ ഞാൻ കുടിച്ചു കളയുകയാണ് ചെയ്തത്. ഇപ്പൊ ചെറിയൊരു ശതമാനം മാത്രം സമയവും, കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഴുവൻ സമയവും മുഴുവൻ പണവും അതിനുവേണ്ടി ചെലവഴിച്ചു. ഇപ്പൊ ഞാൻ കുടിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ സമയത്തിന്റെ ചെറിയൊരു ഭാഗവും എൻ്റെ സമ്പത്തിന്റെ ചെറിയൊരു ഭാഗവും ചെലവഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ കുടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും ഞാൻ ആൽക്കഹോൾസ് അനോണിമസിന്റെ സാഹിത്യങ്ങൾ, പുസ്തകങ്ങൾ വായിക്കുന്നു? അതെന്തിനാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സ്വാഭാവികമായൊരു സംശയം ഉണ്ടാവും. അപ്പൊ കുടിക്കാതിരുന്നാൽ പോരെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിക്കൂലല്ലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്കും വരും. അപ്പൊ അതിനിടയിൽ ഈ 92, 5, 97 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഈ കോഴിക്കോടും മാനന്തവാടിയിലും കൽക്കട്ടയിലും ബോംബെയിലും പോയാൽ പോരല്ലോ, എൻ്റെ നാട്ടിൽ ഒരു വരണല്ലോ. നമ്മൾ സ്വന്തം നാട്ടിലും ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ മുഴുവൻ നടന്ന് ഇതും പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. പുൽപ്പള്ളിയിൽ ഗ്രൂപ്പ് തുടങ്ങി 97. അപ്പം അന്ന് പിന്നെ
ഒരു നോട്ടീസൊക്കെ കത്തൊക്കെ അടിച്ച് എല്ലാവർക്കും കൊടുത്ത് ഒരു 10-15 ആളുകളൊക്കെ വന്നു. പക്ഷെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും രണ്ടും ആളായിട്ട് അത് ചുരുങ്ങി. അപ്പം ചില ദിവസം അവിടെ ഒരു പള്ളീൻ്റെ ഒരു ബേസ്മെന്റിലായിരുന്നു അന്ന് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പള്ളി മുറ്റത്ത് പോയി നിൽക്കും. ചിലപ്പോൾ ആരും വരികയില്ല. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ തിരിച്ചു പോരും. അപ്പം എന്തെങ്കിലും വരാനിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നൊരു ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് സാഹിത്യത്തിൽ. അപ്പം അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പം വലിയ എക്സർസൈസോ വലിയ പരസ്യമോ PI വർക്കോ ഒന്നും കൂടാതെ കൊണ്ട് തന്നെ ആ മീറ്റിംഗ് അങ്ങ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ വരാൻ തുടങ്ങി. ഇപ്പം ശരാശരി ഒരു 10-20 ആളുകൾ പങ്കെടുക്കുന്നൊരു മീറ്റിംഗ് പുൽപ്പള്ളിയിൽ നടക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ മീറ്റിങ്ങിന് പോകുന്നത് എന്ന് ചോദിച്ചാൽ, 20 ലക്ഷം ആൾക്കാർ ലോകത്തിലാകമാനം ഇപ്പൊ കുടിക്കാതിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയാമ്പിള് ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ, പണ്ട് യേശുവിനോട് ചോദിച്ച പോലെ, നിങ്ങൾ ഒത്തിരി പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടവാനം വർത്താനം പറയാൻ നിൽക്കരുത്, ഒറ്റവാക്കി പറയാമോ, സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞൊരു ഡയലോഗുണ്ട്, നിന്നെപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ എങ്ങനെയാണ് കുടിക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പ്രിയാമ്പിളിലാണുള്ളത്. കാരണം അത് 20 ലക്ഷം ആൾക്കാരെ അരച്ചു കലക്കിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും അപ്രകാരം മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കണമെങ്കിൽ ആരുടെയും വീട്ടിൽ പോയി പറയാൻ പറ്റുമോ? വഴിയെ പോകുന്നതിനോട് പറയാൻ പറ്റുമോ? അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം, ഏറ്റവും സുഗമമായ മാർഗം മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. മീറ്റിംഗ് നടത്തണമെന്ന് ബിഗ് ബുക്കിൽ ആരും പറഞ്ഞിട്ടില്ല, വില്ലും പറഞ്ഞിട്ടില്ല. പക്ഷേ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കാനുള്ള ഒരു സംവിധാനം, അതാണ് ആൽക്കഹോൾസ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാർഗവും അത് തന്നെയാണ്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുക. അത് മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗവും ഏറ്റവും സുഗമമായ മാർഗവും അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നത്? എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. എനിക്ക് സന്തോഷമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുടിച്ചത്. മീറ്റിങ്ങിന് പോയാൽ ഈ സമാധാന സന്തോഷം കിട്ടുമോ? കിട്ടും. ഞാനൊരു കൊല്ലം എൻ്റെ പറമ്പിൽ ഒരു 1/2 ഏക്കർ സ്ഥലത്ത് ഇഞ്ചി നട്ടു. ഒരു ഓഗസ്റ്റ് മാസത്തിൽ 2-4 മഴ പെയ്ത് കഴിഞ്ഞ് മഴയൊന്ന് ചെറുതായിട്ട് തുറന്നു 2 വെയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കയറി നോക്കുമ്പം പകുതി ഇഞ്ചി പഴുത്തുപോയി. അപ്പൊ എങ്ങനെ ഈ കേടുണ്ടായത് എന്തിനാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഇഞ്ചി പറിച്ച് അതിന്റെ കഷ്ണം എടുത്ത് മണ്ണൂത്തിയിൽ അയച്ചു കൊടുത്ത് തൃശ്ശൂരിൽ നിന്ന് അതിന്റെ റിസൾട്ടൊക്കെ വരണം. എന്താ അതിന് മരുന്നടിച്ചിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ അതൊന്നും അല്ല ചെയ്തത്. അപ്പുറത്തെ പറമ്പിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇഞ്ചി നട്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോയി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. നോക്കുമ്പോൾ അവന്റെ ഇഞ്ചി മുക്കാലും പഴുത്തു. എനിക്ക് സമാധാനമായി. സമാധാനമല്ലേ നമുക്ക് വേണ്ടത്. ഞാൻ ഈ ഏരിയയിൽ വന്നിട്ട് ഞാൻ 8 ദിവസമേ കുടിക്കാതിരുന്നുള്ളൂ. അപ്പൊ 8 ദിവസം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി വെള്ളം അടിക്കുന്നു എന്നുള്ള കാര്യം, ഇച്ചിരി കുടിക്കുന്നു എന്നുള്ള കാര്യം ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ ഞാൻ ഈ കല്യാണം കഴിച്ച് വിമർദ്ദനത്തിന് പേടിച്ചിട്ട് കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാ. ഈ നമ്പർ കേൾക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ടീച്ചറിനോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് നിർത്തണ്ട, പതുക്കെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്നെ കളിയാക്കും, അത് മോശമാണ്, ഇത് പച്ചക്കൊടി കണ്ടാൽ പിന്നെ വണ്ടി നിർത്തുമോ. അപ്പൊ ഇതെന്റെ മനസ്സിൽ കിടക്കുവാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മീറ്റിങ്ങുകൾ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ കൊച്ചുണ്ടായപ്പോഴാണ് കുടി തുടങ്ങിയത്. ചിലർ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്കാണ് കുടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വെറും 8 ദിവസം കഴിഞ്ഞപ്പോൾ കുടിച്ചത്. എനിക്ക് ആ വിഷമം കൊണ്ട് നടക്കുക ഞാൻ. അപ്പോഴാണ് ആ കാലത്ത് മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയുണ്ട്, അതിന്റെ പേര് മെസ്സേജ് എന്ന് പറഞ്ഞൊരു മാസിക. അപ്പൊ അതിനകത്ത് ഒരാളുടെ ഷെയറിങ് ഞാൻ വായിച്ചു. അവൻ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം കുടിച്ചു. അവന്റെ പേരിപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. അവൻ മരിച്ചുപോയി കാണും, റോണിന്ന്. ഇപ്പോഴും ഞാൻ അത് ഓർത്തെന്റെ മനസ്സിലുണ്ട്. എനിക്ക് സമാധാനമായി. കാരണം ഞാൻ ഈ വിഷമിച്ച് നടക്കുമല്ലേ, 8-ാം ദിവസം കുടിച്ചവനല്ലേ ഞാൻ. കല്യാണം കഴിഞ്ഞിട്ട് 8 ദിവസമല്ലേ ഞാൻ കുടിക്കാതിരുന്നുണ്ട്. അപ്പം സമാധാനമായല്ലോ.
അപ്പൊ ഇതാണ് സത്യത്തിൽ ആൽക്കഹോൾസ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ സംഭവിക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പടപേടിച്ച് പന്തളത്തി ചെല്ലുമ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ വിഷമങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ അതിനേക്കാളും വിഷമമുള്ളവരാണ് അവിടെ ഉള്ളത്. അപ്പം നമുക്ക് സമാധാനമാവും. ഇതൊരു കോൺട്രവേഴ്സി അല്ലേ എന്ന് നമുക്ക് തോന്നും ചിലപ്പം, പക്ഷെ ഒരു കോൺട്രവേഴ്സി അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ട് ഞാൻ ഈ യാത്രകൾ മുഴുവൻ ചെയ്തു. ഒത്തിരി മീറ്റിങ്ങുകൾ ഞാൻ പങ്കെടുത്തു. പക്ഷെ ഒരു സ്ഥലത്തും ഇവിടെ വരേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. പല കല്യാണങ്ങൾക്കും എനിക്ക് വരേണ്ടതില്ലായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല യാത്രകളും അനാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ കിലോമീറ്ററുകൾ ഉത്തരേന്ത്യയിൽ പിന്നെ വിദൂരമായ സ്ഥലങ്ങളിൽ, ചാണ്ഡീഗർ പോലെയുള്ള സ്ഥലങ്ങളിൽ, ഡൽഹിയിലും അല്ലെങ്കിൽ കൽക്കട്ടയിലൊക്കെ പോയപ്പോഴൊന്നും ഇതുവരെ ഒരു സ്ഥലത്തും ഞാനൊരു ഒരു മീറ്റിങ്ങിന്, ഒരു കൺവെൻഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആകട്ടെ, ഗ്രൂപ്പിന്റെ വാർഷികമാകട്ടെ, 100 ആളുണ്ടാകട്ടെ, 2 ആളുണ്ടാകട്ടെ, 1000 ആളുണ്ടാകട്ടെ, ഇതുവരെ എനിക്ക് ഇവിടെ വരേണ്ടതില്ലായിരുന്നു എന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഞാൻ കുടിക്കാതിരിക്കുന്നതിന്റെ രഹസ്യം അത് തന്നെയാണ്. പിന്നെ കുടിക്കാതിരിക്കാൻ ചിലപ്പം ആർക്കും സാധിച്ചേക്കാം, പക്ഷെ കുടിക്കാതിരിക്കുകയും ഫലപ്രദമായ ജീവിതത്തെ നേരിടാൻ പറ്റിയ ഒരു മാർഗം ആൽക്കഹോൾസ് അനോണിമസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ഞാൻ ഈ മീറ്റിങ്ങുകൾ, സാധാരണ ഈ ഓൺലൈൻ മീറ്റിങ്ങിലായാലും സാധാരണ മീറ്റിങ്ങിലാണെങ്കിലും ഒരു 10-15-20 മിനിറ്റ് കൂടുതൽ സംസാരിക്കാറില്ല. ഇന്നിപ്പോൾ അതിപ്പോൾ ഒരു മണിക്കൂറായി എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. എന്താണെങ്കിലും എന്നെ ഇത്ര സമയവും ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു മാഷേ, താങ്ക് യു. ഇത്രയധികം നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദിയുണ്ട്. വളരെ സാറ് പോലെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ ആൾക്കാരെ. സാർ മാഷ് ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ നന്ദി പറയാനുണ്ടെങ്കിൽ കുറച്ച് സമയമുണ്ട്. മാഷ് ലൈനിലുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കാം, അപ്പൊ അന്നേരം ആൾക്കാർ പിന്നെ ചോദിച്ചു. സാറൊരു അധ്യാപകനായിരുന്നു, അപ്പൊ അവിടെ എങ്ങനെയായാലും അറിയപ്പെടുമല്ലോ. അപ്പൊ ഒരു അനോണിമിറ്റി സാർ അങ്ങനെ കീപ്പ് ചെയ്ത് എങ്ങനെയാണ് അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തി? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞത് എനിക്ക് അനോണിമിറ്റിയാണ്, അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരാളോട് പോലും ഇത് പറയത്തില്ല എന്ന് പറഞ്ഞ ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് 2 വാക്ക് സംസാരിക്കാവോ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്നാന്ന് കഴിഞ്ഞാൽ ഞാൻ ഒറ്റവാക്കി പറയാം. ആളറിയാതിരിക്കാനുള്ള ഒരു സൂത്രമല്ല അനോണിമിറ്റി, ആളാകാതിരിക്കാനുള്ള ഒരു തത്വമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചികിത്സിക്കാൻ വേണ്ടി പോയത് പിന്നെ നാട്ടിൽ പോകാമെന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാൻ ആദ്യം കുടിക്കാൻ ചാരായക്കടയിലേക്ക് പോയപ്പോൾ ആരും കാണാതെ ഒളിച്ചാണ് ഞാൻ കയറിയത്. അവസാനം ഞാൻ ചങ്കി വിരിച്ചാണ് ചാരായക്കടയിലോട്ട് കയറുന്നത്, കാരണം എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് എയിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് സംഭവിച്ചത്. ആദ്യം എനിക്ക് നാണക്കേടുണ്ടായിരുന്നു, പിന്നീട് ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു രോഗമുണ്ടെന്ന് പറയാൻ ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. അപ്പം ഞാൻ കുടി നിർത്തിയത് കൊണ്ട് വേറൊരാൾക്ക് സഹായം കിട്ടണമെങ്കിൽ ഞാൻ കുടിക്കുന്നില്ല എന്ന കാര്യം മറ്റുള്ളവർ അറിയണം. അപ്പം ഞാൻ താമസിക്കുന്ന ചെറിയൊരു ലൊക്കാലിറ്റിയിൽ, പുൽപ്പള്ളി ഒരു പഞ്ചായത്താണ്, ആ പഞ്ചായത്തിൽ ഞാൻ ഒരു മദ്യാസക്തനാണെന്നും ഞാൻ എയിൽ അംഗമാണെന്നും അറിയപ്പെടുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ 20 വർഷം കുടിച്ചയാളാണ്, 34 വർഷമായി ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഞാൻ ആളാകാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കാരണവശാൽ ആൽക്കഹോൾസ് അനോണിമസിനെ ദുരുപയോഗം ചെയ്യാനോ ഏതെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ ഞാനത് ഉപയോഗിക്കുകയില്ല. അനോണിമിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതാണ്. അനോണിമിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒരു സൂത്രമല്ല, നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല, പറയുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ ഞാൻ തൊടുപുഴയിൽ ഒരു പള്ളിയിൽ കുർബാനയുടെ ഇടയിൽ 10 മിനിറ്റ് സംസാരിക്കാൻ അവസരം തന്നു. ഞാൻ അവിടെ പറഞ്ഞത് ഇതാണ്: ഞാനൊരു മദ്യാസക്തനാണ്, എൻ്റെ പേര് ജോസഫ് എന്നാണ്. മദ്യാസക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതൊരു അനാമധേയത്തെ ലംഘനമല്ല. കാരണം ജോസഫ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ എൻ്റെ അഡ്രസ്സോ പേരോ നാടോ വീടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ അനോണിമിറ്റിയെ കുറിച്ച് ഒത്തിരി സംശയങ്ങളും ഒത്തിരി പിന്നെ എന്താ പറയാ ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം അതിന്
പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. കാരണം പലർക്കും അത് ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഒരു കോളേജിൽ എന്നെ വിളിച്ചു. ഒരു കോളേജിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അവിടെയുള്ള പിന്നെ സ്റ്റാഫിനോടും രക്ഷാകർത്താക്കളോടും ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചാൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എവിടുന്ന് വന്നു, ആരാ ഏതാന്നൊന്നും. പക്ഷെ ഞാനൊരു മദ്യാസക്തനാണ്. എൻ്റെ ഫസ്റ്റ് നെയിം മാത്രം പറയാം. അത് പറയുമ്പോൾ, എന്നിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ, ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു അല്പവും കൂടി ക്രെഡിബിലിറ്റി കൂടുതലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലർക്കത് അങ്ങനെ, അങ്ങനെ അല്ലാതെ ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നത് പോലെ ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് പബ്ലിക് ലെവലിൽ സംസാരിക്കാറുണ്ട്. ചുരുക്കത്തിൽ അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുമ്പം അതിൻ്റെ പിന്നെ കുറച്ചും കൂടി നമുക്കത് മനസ്സിലാവും. അതായത് ബിൽ ഡബ്ല്യു കാനഡയിൽ ഒരു സ്ഥലത്ത് പങ്കെടുക്കാൻ വേണ്ടി പോയി. ആ മീറ്റിങ്ങിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അമേരിക്കയിൽ ബിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാള് ആണ് ഈ ആൽക്കഹോൾസ് അനോണിമസ് പിന്നെ സ്ഥാപിച്ചത്, ബോബ് എന്ന് പറഞ്ഞൊരു ഡോക്ടറും കൂടെ കൂടി. ഇയാൾ ബാക്കിലിരിക്കുവാണ് ബിൽ ഡബ്ല്യു. അയാൾ പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. അപ്പം ലൂയിസ് കയ്യെ പിടിച്ച് ഔട്ട് വലിച്ചു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോഴത് അയാൾ അവിടെ പറയേണ്ട കാര്യമില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഞാൻ ആ ബിൽ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരിചയപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷെ അതാണ് അനോണിമിറ്റി. അതുപോലെ തന്നെ പിന്നെ അനോണിമിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് സമൂഹത്തിൽ നമുക്ക് ഒത്തിരി, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കൈ എന്ന് വലത്തെ കൈ എന്ന്, ഇടത്തെ കൈ അറിയരുതെന്ന് ബൈബിളിൽ പറയുന്ന വാചകം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒത്തിരി 12-ാം പടി പ്രവർത്തനം ചെയ്യുന്നുണ്ടാവും, പലരെയും സഹായിക്കുന്നുണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് നടക്കണമല്ല നമ്മുടെ പണി. കാരണം അതിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. ഞാനത് ചെയ്യുന്നത് എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ കുടിക്കാതിരിക്കാനും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകാനും എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ആരും രക്ഷിക്കാനല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം അനോണിമിറ്റിയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ഇനി അത് കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു മാഷേ. ഒരു മിനിറ്റ്, ഒരു നന്ദി പറഞ്ഞോട്ടെ. പറയൂ. പ്രിയമുള്ളവരെ, മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹം കൊണ്ട് കൂട്ടായ്മ നിരന്തരമായ സഞ്ചാരം കൊണ്ട് കുടിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് നാരായണൻ, കണ്ടുവച്ചിട്ടുണ്ടവിടെ. അല്ല, ഞാൻ ഈ ദൈവമുണ്ട് എന്നെല്ലാം പറയുന്നില്ലേ. ഞാൻ കുറെ നാളായി മാഷെ സൗണ്ട് കേട്ടിട്ട്. പിന്നെ ഇത്ര നിർമ്മിച്ച ഒരു മാഷയുടെ ഈ ഇത് ഇതുവരെ കേട്ടിട്ടുമില്ല. പെട്ടെന്ന് ചുരുക്കി കളിയുന്ന ആളാണ് മാഷ്. എന്തായാലും ഞാനതിങ്ങനെ അത് കേട്ടുകൊണ്ടേയിരുന്നു. വളരെ നന്ദിയുണ്ട് മാഷോട്. അപ്പോ പിന്നെ ഒരു 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 നല്ല ഇത് കണ്ട പോലെ, ഒരു സിനിമ കണ്ട പോലെ അനുഭവത്തിൽ കൂടി ഞാനിങ്ങനെ ഓട്ടം മരിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എനിക്ക് തോന്നി. മാഷോട് നന്ദിയുണ്ട്, കൂട്ടായ്മയോട് നന്ദിയുണ്ട്. മാഷ് 92 കാലഘട്ടത്തിൽ മാനന്തവാടിയിൽ നിന്ന് ഈ പറഞ്ഞപ്പോൾ നോട്ടീസ് വിതരണം ചെയ്ത എനിക്കൊരു ഓർമ്മയുണ്ട്. അന്ന് എന്നോട് ഒരു കത്ത് എനിക്ക് തന്നു, കത്ത് പോലെ തന്നു. ഞാൻ ചോദിച്ചു അവരോട്, ആരാന്ന് എനിക്ക് മാഷെന്നൊരു ഓർമ്മയില്ല, അവർ ഫോട്ടോ മരിക്കും പോലെ. ഞാൻ ചോദിച്ചു, എനിക്ക് കുടി നിർത്താൻ പറ്റുമോ? അന്നേരം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് പറ്റും പറഞ്ഞു. എന്താണ് കാരണം ചോദിച്ചപ്പോൾ, അതെ എനിക്ക് പ്രത്യേകത. അന്നേരം അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ട് എനിക്ക് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരാൾ നിങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ കാണാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഞാൻ കണ്ടത് ആൽക്കഹോൾസ് അനോണിമസിൽ കണ്ടത് 60 വയസ്സായ സമയത്ത് പെൻഷനിലും പറ്റി. 60 അല്ല, അതിനു മുമ്പേ ആ ട്രീറ്റ്മെൻറ്റ് കേന്ദ്രത്തിന് കുറേ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏൽ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ഒരു വാക്ക് തോമസ് സാറൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മാഷ് കുറേ നാളായി മാഷെ കണ്ടിട്ട് വളരെ നന്ദിയുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, താങ്ക് യു മാഷെ. താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പറയൂ പിഞ്ചടാ. മദ്യാസക്തനാണ്. എൻ്റെ പേര് ബിബിൻ. എല്ലാവർക്കും നമസ്കാരം. ജോസഫ് പാഷന് ഒരു നന്ദി പറയുകയാണ്. ജോസഫ് പാഷനെ ഹായ് എല്ലാവർക്കും. ജോസഫ് പാഷനെ ആദ്യമായിട്ടുള്ള കേൾക്കുന്നത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എങ്കിലും ഇന്ന് വീണ്ടും കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച്
എന്തുകൊണ്ട് എ തുടരണം എന്നുള്ളതൊക്കെ ഒരിക്കൽ കൂടി ഇത് ഞാനും മനസ്സിലാക്കുന്ന ഇതാണ്. കുറേ നാൾ കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെ ആയല്ലോ, എന്തിന് എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ ഇന്നിപ്പോൾ ജോസഫ് മാഷ് ഇത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി അത് നന്നായിട്ട് മനസ്സിലായി. അതിന് ഒരിക്കൽ കൂടി ജോസഫ് മാഷിന് നന്ദി പറയുകയാണ്. പലപ്പോഴും ഒക്കെ വീണ്ടും ഞങ്ങളുടെ ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പിൽ വരണം, സംസാരിക്കണമെന്ന് ജോസഫ് മാഷിനോട് ആവശ്യപ്പെടുകയാണ്. അതൊക്കെ ഞാൻ ഇപ്പൊ നമ്മുടെ അനോണിമിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ജൂനിയർ സുഹൃത്തിനോട്, എൻ്റെ ജൂനിയറാണ്, നേഴ്സിങ്ങിന് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു സുഹൃത്തിനുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പൊ അവനിവിടെയല്ല, അവൻ ഓസ്ട്രേലിയയിലാണ്. ഞങ്ങളത് കൂടാതെ ഞങ്ങൾ കുവൈറ്റിൽ ഒരു 10 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ഒന്നിച്ച് കള്ളു കുടിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പൊ അവന്റെ മദ്യപാനത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേറെ കുറച്ച് സുഹൃത്തുക്കളൊന്ന് ജോലിയിരുന്നു. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഇപ്പൊ കുടിക്കുന്നില്ല എന്നുള്ള കാര്യം അവൻ നോട്ട് ചെയ്തു. അപ്പൊ ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് ഞാനിപ്പോ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്റെ കുടി കുവൈറ്റിലാർന്ന പോലെയല്ല, ഞാനിവിടെ വന്നതിന് ശേഷം അനിയന്ത്രിതമായി പോയെന്നും ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ടെന്നും അങ്ങനെ ഞാൻ കുടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിനക്ക് എപ്പോഴെങ്കിലും കൂടി പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഞാൻ നിർത്താൻ ഉപയോഗിക്കാം. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അയക്കൽ ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു. അപ്പൊ അതോടൊപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കോളേജിൽ പഠിച്ച ഒത്തിരി പേരുണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ, നീ അറിയുന്ന പലരും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, ഇതൊരു പക്ഷേ അതിപ്പോ ഞാൻ എന്റെ അനോണിമിറ്റി എനിക്ക് ബ്രേക്ക് ചെയ്യാം, മറ്റൊരാളെ കുറിച്ച് പറഞ്ഞത് അവന് സംശയം. അപ്പൊ അവനകത്ത് ഇന്ന ആളാണോ ഓരോരുത്തരുടെ പേര് വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു അത് പറയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വെച്ചു. അതിനുശേഷം വേറെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ഞങ്ങളുടെ ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറെ പേരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പൊ ഈ വേറൊരു സുഹൃത്ത് വിളിച്ചു. അപ്പൊ പറഞ്ഞു വന്നപ്പോ ഇവര് തമ്മിൽ അറിയണതാണ്, ഇവര് ക്ലാസ്മേറ്റുമാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം അവനെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാനൊന്ന് വിളിക്കാതിരിക്കുന്നു. അപ്പോ ഈ പറയുന്ന പുതിയതായിട്ട് എയിൽ വന്ന ഓസ്ട്രേലിയയിലുള്ള എന്റെ ജൂനിയർ പയ്യനെ എനിക്ക് ഈ ഒയ വഴി മാത്രമാണ് പരിചയം, ഞങ്ങൾ അല്ലാതെ പരിചയമില്ല. അപ്പൊ ഞാൻ അവനോട് അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇനി പറഞ്ഞ് അവൻ വിളിച്ചു കഴിയുമ്പോൾ എന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം വഴി അവൻ അറിഞ്ഞെന്നുള്ളത് ആദ്യത്തെ സുഹൃത്തിന് മനസ്സിലാവും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവനോട് പറഞ്ഞു, ഞാനിങ്ങനെ അവനോട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി, നമ്മുടെ കോളേജിൽ നിന്ന് പലരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ അവന് തീർച്ചയായിട്ടും മനസ്സിലാവും, നീ ഈ പ്രോഗ്രാമിലാന്ന് മനസ്സിലാവും. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നീ അത് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്നെ അറിയാതെന്ന് പറയാതിരിക്കണേ. അപ്പൊ തന്നെ അവൻ പറഞ്ഞു, ഓ വേണ്ട, അവൻ അനോണിമസ് ആയിട്ട് തന്നെ, അതായത് ആൽക്കോളിക്സ് അനോണിമസിൽ അവനുണ്ട് എന്നുള്ള കാര്യം ഈ അവന്റെ ക്ലാസ്മേറ്റ് സുഹൃത്തിനെ അറിയിക്കാൻ അവന് താല്പര്യമില്ല. അപ്പോ ഞാനത് പറഞ്ഞു, ഞാൻ ഇൻസിഡന്റ് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതായത് ഞാൻ ഒരു കാരണവശാലും എന്റെ കാര്യം എനിക്ക് പറയാം, പക്ഷെ മറ്റൊരാളുടെ കാര്യം ഞാൻ പറയാൻ പാടില്ലല്ലോ. എന്താ ജോസഫ് മാഷിന് ഇതിനെ കുറിച്ച് അഭിപ്രായം? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വേറൊരാളുടെ കാര്യം ശരിയല്ല. അതായത് ഇതിനകത്ത് പിന്നെ ബോബ് പറഞ്ഞൊരു കാര്യം, മറ്റൊരു മധ്യാസക്തന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ഒളിച്ചിരിക്കരുതെന്ന് ഒരു ഡയലോഗ് ബോബ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെപ്പോൾ ഓർക്കണം. മറ്റൊരു മധ്യാസക്തനെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അവിടെ നമ്മളൊരു ദുരഭിമാനത്തിന്റെ ഒരു പ്രശ്നം നമുക്ക് വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇന്ന് വരെ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്രെഡിബിലിറ്റി സമൂഹത്തിൽ എനിക്കുണ്ട്. ഞാൻ 20 വർഷം കുടിച്ചു, ഞാൻ 34 വർഷമായി കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അതൊരു പ്രസ്ഥാനത്തിലൂടെയാണെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എനിക്കൊരു ക്രെഡിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ മറ്റുള്ള ആളുകളെ തമ്മിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ല. അത് അവരോട് ചോദിച്ചിട്ടേ നമ്മൾ പറയാവുള്ളൂ. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ കുടി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ചില കഥാപാത്രങ്ങൾ വരും. ഇപ്പം ഞാൻ കുടി നിർത്തി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് എൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കള്, സഹപ്രവർത്തകർ, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ മനസ്സിലോട്ട് വരും. ഇപ്പൊ പലപ്പോഴും നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ച് അവർക്ക് ഈ സന്ദേശം നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഏതൊക്കെയാലും എന്നെ അറിയാവുന്ന സുഹൃത്തിന്, ഞങ്ങൾ ഒന്നിച്ച് മദ്യപിച്ച സുഹൃത്തിന്റെ അടുത്ത് ഞാൻ കുടി നിർത്തിയെന്നും ഞാൻ ഇങ്ങനെയാണ് കുടി നിർത്തിയതെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ. പിന്നെ അവനെ നിർബന്ധിക്കേണ്ടതോ ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബിൻ ചേട്ടാ, താങ്ക് യു മാഷേ. അപ്പൊ മാഷേ,
എന്നെ ഈ അടുത്ത ഒരു യൂട്യൂബ് ചാനൽ സമീപിച്ചായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങള് AI പറ്റി ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ AI സുഹൃത്തുക്കൾ വഴി എന്നെ വന്ന എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ചു. അപ്പൊ നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് AI കാരനാണെന്ന് പറഞ്ഞ് സംസാരിക്കുക, എനിക്ക് എന്റെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്ത് വീഡിയോ ആണല്ലോ അത്, പൊതുതലങ്ങളിൽ തന്നെയാണല്ലോ. അവിടെ നമ്മൾ എങ്ങനെ ആണെന്നൊന്ന് പറയാമോ? അതിനകത്ത് നമ്മൾ പിന്നെ അംഗം എന്ന നിലയിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ സഹിതം പറയുന്നത് അനാമധേയത്വ ലംഘനമാണ്. പക്ഷെ നമ്മൾ പിന്നെ ഓഡിയോ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിനകത്ത് പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വരുത്തരുതെന്ന് പറഞ്ഞു, അല്ലെ? ഫേസ് വരാതെ നമ്മൾ അതെ, അത് ഫേസ് അതിനകത്ത് അവരുടെ ചില ഈ പിന്നെ മീഡിയയുടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അവരതിനകത്ത് അത് സമ്മതിക്കത്തില്ല. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു പത്രക്കാരൻ 2 വർഷം മുമ്പ് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ആൽക്കഹോൾസ് അനോണിമസിന് ഒത്തിരി സ്ട്രെസ് ചെയ്ത് അത് എന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പരിപാടി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറയുകയോ, പേര് നിങ്ങൾ വെച്ചോ, പക്ഷെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ എൻ്റെ പേര് പറയുകയോ എന്നെ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിലേക്ക് അത് വേണ്ട. ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനത് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കി വിട്ടു. അപ്പം പക്ഷെ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഇതാണ്, അവരുടെ പിന്നെ പോളിസി അതാണ്, എന്നെ പൊക്കി കാണിക്കണം, അതാണ് അവരുടെ ഒരു ഉദ്ദേശം. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ ആൽക്കഹോൾസ് അനോണിമസിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ഒരാൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു AI മെമ്പറാന്ന് പറയാതിരുന്നാ മതി. അങ്ങനെയാണെങ്കിൽ എന്റെ നിങ്ങൾക്ക് മുഖം വ്യക്താക്കുന്നതിന് കുഴപ്പമില്ല. AI മെമ്പർ ആണെന്ന് പറയുവാണെങ്കിൽ മുഖം വ്യക്താക്കല്ലേ? വ്യക്തമാക്കരുത്, അതാണ് കാര്യം. AI മെമ്പറാന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖം കൊടുക്കരുത്, പിന്നെ വീഡിയോ വരരുത്. കാരണം അത് പബ്ലിക് ചാനലാണ്, യൂട്യൂബാണ്. സൗണ്ട് മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ബിൽഡബ്ലി പറയുന്നത്, 2 തൊപ്പി ഒരുമിച്ച് അണിയേറ്റെന്ന് പറയുന്നില്ലേ? അതെ 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 അതെ. ഓക്കെ, പറ, 2 തൊപ്പി ഒരുമിച്ച് അണിയരുതെന്ന് പറഞ്ഞതിന്റെ ഡീറ്റെയിൽ പറ. സാറിനോട് ചോദ്യമാണത്. അല്ല, 2 തൊപ്പി പിന്നെ ഒരുമിച്ച് വെക്കരുതെന്ന് പറഞ്ഞത് അനോണിമിറ്റിയുടെ പ്രശ്നത്തിലല്ല. അംഗങ്ങള് ചികിത്സാലയങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ബില്ലെന്ന് പറഞ്ഞത്. അല്ല, നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോഴല്ലേ സാറേ അത് പറയണേ? അല്ല, അങ്ങനെയല്ല. നോൺ അതെ, ആൽക്കഹോളിക്. എന്നാന്നറിയോ, നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നിങ്ങള് ഒരു ചികിത്സാലയം, നിങ്ങളൊരു ട്രീറ്റ്മെന്റ് സെന്റർ നടത്തുന്നുണ്ടെങ്കിൽ ആൽക്കഹോളിസത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനത്തിരിക്കുന്ന, ആൽക്കഹോളിസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളുക. പക്ഷെ അവിടെ നിങ്ങൾ AI മെമ്പറാന്ന് പറയരുത്. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് AI വന്നേച്ച് നിങ്ങൾ ഞാൻ ചികിത്സാലയം നടത്തുന്നുണ്ടെന്നും പറയരുത്. അതാണ് 2 തൊപ്പി വെക്കരുതെന്ന് ബില്ല് പറഞ്ഞത്. ഓക്കെ, അത് കറക്റ്റാ സാറേ. അത് എവിടെ പറയണ്ടേന്ന് അറിയാമോ സാറേ? ആ, സാർ പറഞ്ഞ കറക്റ്റ്. അത് നമ്മൾ ആൽക്കഹോളിക്കുകൾ ചികിത്സാലയത്തിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതെ അതിനകത്ത് നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, ഗൈഡ് അതെ, ലൈൻസ് അതിനകത്താ പറയുന്നത്. അതിനകത്ത് അതാണ് ബില്ല് പറഞ്ഞിരിക്കുന്നത്. അതെ, ശരിയാ. പിന്നെ AI കൺവെൻഷനിൽ വന്നിട്ടേ ഞാനൊരു ചികിത്സാലയം നടത്തുന്നുണ്ടെന്ന് ഒരാൾ പറയാൻ പാടില്ലല്ലോ. അയാൾക്ക് ഷെയറിങ് ചെയ്യാം, AI കുറിച്ച് സംസാരിക്കാം. അതുപോലെ ചികിത്സാലയത്തിൽ ചെന്നേച്ചിട്ട് ഞാൻ AI മെമ്പറാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ആളെ വിട്ടോ എന്ന് പറയാനും പാടില്ല. ചികിത്സാലയത്തിൽ ഇതും പറയത്തില്ല. സുഹൃത്തുക്കളെ, ഞാനൊരു മദ്യാസക്തി രോഗി. ദൈവകൃപയാലും കൂട്ടായ്മയോടെ സഞ്ചരിക്കുന്നതിനാലും ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോസ്. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ജോസ്. ഹായ് ജോസ്. ഹായ് 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 ജോസേട്ടാ. ഹായ് ഹായ്. ഹായ് ഹായ് ഹായ്. എന്തായാലും ജോസഫ് മാഷിന് ഒത്തിരി നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. മുഴുക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. എനിക്ക് സാറിനോട് ഒരു ക്യൂരിയോസിറ്റിയുടെ ഒരു ചോദ്യമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവകൃപയാലും കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. അതേ സമയത്ത് ഞാനിവിടെ UK എന്നാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് മീറ്റിങ്ങിന് പോകുമ്പോൾ അവർ പറയുന്നതാണ് ഐ ആം ആൻ ആൽക്കഹോളിക് പേര് പറയും. അപ്പം അതെന്താണ്? അത് നമ്മുടെ ഒരു, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് ഉത്തമമാണ്. കാരണം എന്നെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയാണ്. കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ പറയുന്ന പോലെ ഈ ഒരു മെസ്സേജ് ദൈവകൃപയാൽ എത്തിയത് കൊണ്ടുമാണ് എനിക്കിന്ന് കുടിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതെല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കീഴ്വഴക്കമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മറ്റുള്ള രാജ്യങ്ങളിൽ പറയുന്നില്ല എന്നൊന്നും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അതുപോലെ തന്നെ സാറ് പുസ്തകം വായിക്കുന്നു,
അയക്കുന്ന ആയതുകൊണ്ട് ഒരു ഒരു ടിപ്പ് ചോദിക്കാനായിട്ട്. ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബുക്ക് ഒന്ന് വായിച്ച് തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരു പേജ് വായിക്കുമ്പോഴത്തേക്ക് ഉറങ്ങുക. അപ്പോൾ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാനായിട്ട് ഒരു ടിപ്പും കൂടെ പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു സാറേ. ഓക്കെ. ഈ ദൈവം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത് കാഷ്വലായിട്ട് ഉപയോഗിച്ചതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല, എൻ്റെ അടുത്തിട്ട് തെളിവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കൊരു മറ്റൊരു ശക്തിയിൽ വിശ്വസിക്കേണ്ടി വന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചു കാണും. എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് കുടി നിർത്താൻ പറ്റാതെ വന്നത് കൊണ്ടാണ് മറ്റൊരു ശക്തിയിൽ ഞാൻ വിശ്വസിക്കേണ്ടി വന്നത്. പിന്നെ ഇപ്പം ദൈവത്തെ കുറിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്, അത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ പറയും, ചിലർ പറയുകയില്ല. ഇപ്പം ബുദ്ധമത വിശ്വാസികളുണ്ട്, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലല്ലോ. അവിടെ ഉണ്ട്, മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്. ജപ്പാനിലൊക്കെ നേരത്തെ തന്നെ ആൾക്കോത്സവം ആദ്യകാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദൈവം എന്നുള്ള ആ വാക്ക് നമുക്കൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ വായന എന്ന് പറയുമ്പോഴത് നമ്മളിപ്പം വായിക്കാൻ തുടങ്ങുമ്പം ഉറക്കം വരുക എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അതിനെക്കുറിച്ച് ഉറക്കം വരാനുള്ള ഉറക്കഗുളികയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വളരെ സൗകര്യമുള്ളൊരു കാര്യമാണത്. പക്ഷെ ഉറക്കം വരാത്ത സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് വായന എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് നമ്മൾ വായനയിലേക്ക് തിരിയുന്നത്. എന്നെ ഒരാളൊരു 3 ലക്ഷം രൂപ പറ്റിച്ചപ്പോഴാണ് മനുഷ്യന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യകാലം മുതലുള്ള ഗ്രീക്ക് ചിന്തകന്മാർ മുതൽ ഇങ്ങോട്ട് നമ്മുടെ വില്യം ജെയിംസ് വരെയുള്ള സർവ്വ ചിന്തകന്മാരുടെയും പുസ്തകങ്ങൾ ഞാൻ എടുത്ത് വായിച്ചു നോക്കി, മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ. അവസാനം എനിക്ക് ക്ലിയർ അല്ല. കാരണം ഞാനും പരിചയം. അപ്പൊ എന്ന് പറഞ്ഞത് പോലെ നമ്മള് പലപ്പോഴും ഒന്നുകൂടി പറഞ്ഞ ഭാഷ അത് ക്ലിയർ ആയില്ല. ശബ്ദം ക്ലിയർ അല്ല എന്നാണോ? നെറ്റ് പോയായിരുന്നു, ഒന്ന് പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞതേ അതെന്നെ വായന എന്ന് പറയുമ്പോഴ് സാറിന് നെറ്റ് കുറവാണോ? മഴയുണ്ടെന്നോ? അതൊരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പുസ്തകം വായിച്ചതുപോലെ അല്ല ഇന്ന്. ഓക്കെ, സമയം ഏതാണ്ടായിട്ടുണ്ട്, 5 മിനിറ്റേ ഉള്ളൂ. പറ്റിച്ചതിന് ശേഷം കുറെ പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കേട്ടില്ല. ഒന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷെ അത് കട്ടായി. അല്ല അതെന്നാ അത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇത് മനുഷ്യന്റെ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കേൾക്കാൻ യോഗ്യതയില്ല. അല്ലെങ്കിൽ 3 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല. അത് തന്നെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താന്ന് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവ വിശേഷമാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, കേട്ടില്ല സാറേ. സാറ് 3 പ്രാവശ്യം പറഞ്ഞെങ്കിലും അതൊരു കാര്യം ചെയ്യാം സാറേ. അത് കേൾക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ സാറ് 3 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ആ 3 പ്രാവശ്യവും സംതിങ് റോങ് സംഭവം. നമുക്ക് നാളത്തെ മീറ്റിംഗിലൂടെ സാറിനെ വിളിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് കോളിൽ വിളിക്കുമ്പോ പറഞ്ഞാ ശിവോ ഒന്ന് ഗ്രൂപ്പ് കോളിൽ വിളിച്ചാൽ മതി, പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, അത് മഴയുണ്ട് എന്നാലും അത് ഞങ്ങളത് ഓർപ്പിച്ചോളാം. ഈ സാറ ഗ്രീക്ക് സാഹിത്യകാരന്മാരുടെയും മറ്റുള്ള ബുക്കുകൾ വായിച്ചൊരു മനുഷ്യനെ അറിയാനായിട്ട്
ശ്രമിച്ചതിൽ നിന്ന് സാറിന് എന്ത് കിട്ടി, അല്ലെങ്കിൽ സാറിന് എങ്ങനെ സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നുള്ള ആ കാര്യം കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് പിന്നെ പറഞ്ഞാലും മതി. ഓക്കെ ചോദിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്നാ അവസാനിപ്പിക്കാട്ടോ, പ്രാർത്ഥിക്കാം, അവസാനിപ്പിക്കാം. 3 മിനിറ്റ് കൂടി ഉണ്ടല്ലേ? 3 മിനിറ്റ് കൂടെ ഉണ്ട്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്താലോ? ക്ലോസ് ചെയ്യാം. വാഗ്ദാനം വായിക്കണ്ടേ? ആ നീ വായിക്കുവോ? ആ